കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പുതിയ ആൾക്കാർ ഉണ്ടാവും, എന്നാലും അത് നമ്മൾ ഫസ്റ്റ് ലോ പറഞ്ഞിരുന്നു, സെക്കൻഡ് ലോ പറഞ്ഞിരുന്നു. സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ എന്താണ്? ഒരാൾ സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ എന്താന്ന് പറഞ്ഞു നോക്കട്ടെ. അൽമാസ്, സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ എന്താണ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു. സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞേ. സൗണ്ട് ഇപ്പൊ ക്ലിയർ ആയിരിക്കും കേട്ടോ, ഞാൻ മ്യൂട്ടായിരുന്നു. സൗണ്ട് ഇപ്പോഴും കേൾക്കുന്നില്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ? ഒന്നുകൂടി കമന്റ് ചെയ്ത്. ഇപ്പൊ സൗണ്ട് ഉണ്ടാവും. സെക്കൻഡ് ലോയുടെ ഇക്വേഷന് ഒരാള് ആർക്കും പറയാം, ഞാൻ പേര് വിളിച്ച ആവണം എന്ന് നിർബന്ധമില്ല. അർച്ചന, സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ, ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ ഇക്വേഷൻ. Proportional delta P by delta T. കേൾക്കുന്നുണ്ടാവും. ജസ്റ്റ് അതിനുശേഷം നമ്മൾ മൊമെന്റം എന്താന്ന് പറഞ്ഞിരുന്നു. എന്താണ് മൊമെന്റം? ഒരാൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ ഒരാൾ മൊമെന്റം എന്താണ്? വാട്ട് ഈസ് മൊമെന്റം? വാട്ട് ഈസ് മൊമെന്റം? Product of mass and velocity. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ് മൊമെന്റം. അതിനുശേഷം ന്യൂട്ടൺസ് തേർഡ് ലോ എന്താന്ന് പറഞ്ഞിരുന്നു. ന്യൂട്ടൺസ് തേർഡ് ലോ, വാട്ട് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ? ഒരാള് റംല, ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ എന്താണ്? ജസ്റ്റ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം പറഞ്ഞാൽ മതി. For every action there is an equal and opposite reaction. Okay, for every action there is equal and opposite reaction. Equal and opposite reaction, അതാണ്. അതിനുശേഷം കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഏകദേശം 20 സ്റ്റുഡൻസ് വന്നിരുന്നല്ലോ. ഓക്കെ, കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താന്ന് പറഞ്ഞിരുന്നു. അതായത് ഒരു സിസ്റ്റത്തില് ടോട്ടൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്. എന്താ മൊമെന്റം എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് മൊമെന്റം എന്ന് നമ്മൾ പറഞ്ഞു? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിന് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ മൊമെന്റം ഈക്വലായി, മൊമെന്റത്തിന്റെ സമ്മ് ഈക്വൽ ആയിരിക്കും എന്നാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിൽ പറഞ്ഞത്. അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്കൽ ഫോർമുല കൂടി എഴുതിയിരുന്നു. അപ്പോൾ നോട്ട്ബുക്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻ എഴുതുമ്പോൾ ബാക്കിയുള്ളവരെ മ്യൂട്ട് ചെയ്യണേ. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ക്ലാസ് ആണ് പറഞ്ഞത്. കൊച്ചിനെ പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ക്ലാസ് മ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ലാസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇക്വേഷൻ ആണ് അവസാനം എഴുതിയിരുന്നത്. ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്ന ആ ഒരു നോട്ടിൽ ഈ ഒരു ലാസ്റ്റത്തെ റിസൾട്ടും കൂടി എഴുതിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു റിസൾട്ടിന് പ്രാധാന്യമുണ്ട് എന്ന് മറന്നു പോകരുത്. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതിയതിന്റെ മീനിങ് ആണ് താഴെ എഴുതിയിട്ടുള്ളത്. ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ മൊമെന്റത്തിൽ ചേഞ്ച് വരില്ല, മൊമെന്റത്തിന്റെ ചേഞ്ച് 0 ആയിരിക്കും എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആ ഒരു പോയിന്റ് കൂടി അതിന്റെ കൂട്ടത്തിൽ എഴുതണം എന്ന് ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ അടുത്തതിലേക്ക് പോവാണ് കേട്ടോ, അതിന്റെ അപ്ലിക്കേഷനിലേക്ക് പോവാണ്. കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിന്റെ ഒരു എക്സ്പ്ലനേഷനും എക്സാമ്പിൾസും ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ അതിന് കൂടുതൽ വ്യക്തമാവും എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്നുള്ളത്. കൂടുതൽ വ്യക്തമാക്കാനാണ് ഈ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. A few illustration of conservation of momentum. കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താണ് എന്നുള്ളത് കൂടുതൽ വ്യക്തമാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ എക്സാമ്പിൾസിലേക്ക് പോവാണ്. ഈ എക്സാമ്പിൾസ് ഒക്കെ തന്നെയാണ് എക്സാമിന് ചോദിക്കട്ടോ.
ഈ എക്സാമ്പിൾസ് ഒക്കെ തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നതും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ഫസ്റ്റ് റീകോയിൽ ഓഫ് ഗൺ ആണ്. നമ്മളൊരു ഗണ്ണ്, തോക്കുണ്ടല്ലോ, തോക്ക്, ഈ തോക്ക് പിടിച്ചിട്ട് നമ്മൾ ഗൺ ഫയർ ചെയ്യുന്ന സമയത്ത് ഗണ്ണ് പ്രസ് ആയ ഉടനെ ഗണ്ണ് ബാക്കിലേക്കും വരും, ബുള്ളറ്റ് ഫ്രണ്ടിലേക്കും പോവും. ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോവും, ഗണ്ണ് ബാക്കിലേക്കും പോവും. നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ ആ തോക്കിനെ തള്ളിയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഇപ്പൊ ഞാൻ ചോദിക്കാണ്, ആദിദേവ് ഇവിടെ ഉണ്ട്, ക്ലാസ്സിലുണ്ട്. ആദിദേവ് ഒരു ഗണ്ണ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഗണ്ണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആദിദേവ് ആ ഗണ്ണിനെ എങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ തള്ളി നീക്കുമോ ഇല്ലയോ, അഥവാ ഒരു ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഫോഴ്സ് അതിന്റെ ഉള്ളിൽ നിന്നും ഉണ്ടാവുന്നതാണ്. നമ്മൾ ആ തോക്കിനെ പിടിച്ച് തള്ളിയിട്ടാണോ ആ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്തത്? ആണോ? നമ്മൾ എക്സ്റ്റേണലി കൊടുത്ത ഫോഴ്സ് കൊണ്ടാണോ ആ ബുള്ളറ്റ് ഫയർ ആയി പോയത്, അതോ ആ തോക്കിന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഫോഴ്സ് ആണോ ആ ബുള്ളറ്റിനെ ഫയർ ചെയ്തത്? പറയാൻ പറ്റുമോ? കമന്റ് ചെയ്താലും മതി. മ്യൂട്ട് ആയതുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ള ഫോഴ്സ് കാരണമാണ്. ഓക്കെ, അപ്പൊ അതൊരു സിസ്റ്റമാണ്. ഇപ്പൊ ഞാൻ കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒരു സിസ്റ്റത്തിൽ മൊമെന്റം കൺസേർവ്ഡ് ആണ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് കൂടിയാണ്, കഴിഞ്ഞ ക്ലാസ്സിന്റെ മീനിങ് കൂടിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ അവിടെ അതൊരു സിസ്റ്റമാണ്. ഒരു തോക്ക്, ബുള്ളറ്റ്, ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. നമ്മൾ ഫയർ ചെയ്യുന്നതോടുകൂടി ബുള്ളറ്റ് ഫ്രണ്ടിലേക്കും പോവും, ഗണ്ണ് ബാക്കിലേക്കും വരും. ചെറിയ കുട്ടികൾ തോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തോക്ക് ബാക്കിലേക്ക് വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതായി പോകും. ഈ തോക്ക് എല്ലാവർക്കും പോയിട്ട് ഗണ്ണ് ഫയർ ചെയ്യാൻ പറ്റും. ഒരുപാട് എക്സ്പീരിയൻസ് വേണം അതിന്. കൃത്യമായിട്ട് ആക്യുറേസിയോട് കൂടിയിട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് വേണം. കാരണം നമ്മൾ സ്വിച്ച് നിൽക്കുന്നതോടുകൂടി ആക്യുറസി പോവും, ഗണ്ണ് ബാക്കിലേക്ക് വരും. ആ ഗണ്ണിനെ അവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലേ ഒരാളൊരു ഗൺമാൻ ആവുള്ളൂ. കാരണം ഗണ്ണ് നമ്മളെ പ്രസ് ചെയ്യുന്നതോടുകൂടി ബാക്കിലേക്ക് വരും. അതിനെയാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയാം. എന്താണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്? ഗണ്ണ് ഫയർ ചെയ്യുന്ന സമയത്ത്, ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് ഗണ്ണ് ബാക്കിലേക്ക് വരും. അതാണ് റീകോയിൽ ഓഫ് ഗൺ. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ബുള്ളറ്റ് ഹൈ സ്പീഡിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ റിയാക്ഷൻ ഫോഴ്സ് കാരണമാണ് ഈ ഗണ്ണ് ബാക്കിലേക്ക് വരുന്നത്. ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അതിന്റെ റിയാക്ഷൻ ഫോഴ്സ് കാരണമാണ് ഗണ്ണ് ബാക്കിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ രണ്ട് ഫോഴ്സുകൾ ഉണ്ടായല്ലോ, രണ്ട് മൂവ്മെന്റുകൾ ഉണ്ടായല്ലോ. ഒന്ന് ബുള്ളറ്റിന്റെ മൂവ്മെന്റും രണ്ടാമത്തത് ഈ ഗണ്ണ് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നതും. ഈ രണ്ട് മോഷനാണ് നമുക്കിവിടെ ആവശ്യം. ഇതൊന്ന് ക്വസ്റ്റ്യൻ വരിക, ഒന്നുകിൽ ബുള്ളറ്റിന്റെ മാസ് തരും. ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഗൺമാനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. അവിടെ മാസ് ഓഫ് ദി ബുള്ളറ്റ്, ആ ബുള്ളറ്റിന്റെ മാസ് ഉണ്ടല്ലോ, അതിന് ഞാൻ സ്മോൾ ലെറ്റർ എം എന്ന് വിളിക്കാം. സ്മോൾ ലെറ്റർ എം എന്ന് ഇവിടെ കാണുന്നുണ്ടാവും, അത് ബോർഡിൽ. സ്മോൾ ലെറ്റർ എം ആണ് ഈ ബുള്ളറ്റിന്റെ മാസ്. സ്മോൾ ലെറ്റർ എം ബുള്ളറ്റിന്റെ മാസം. അതുപോലെ ക്യാപിറ്റൽ എം എന്ന ഒരു ലെറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ആ ഗണ്ണിന്റെ മാസാണ്. ബുള്ളറ്റിന്റെ മാസ് വളരെ ചെറുതായിരിക്കുമല്ലോ, പക്ഷെ അത് ഹൈ സ്പീഡിൽ പോവും. ബുള്ളറ്റിന്റെ മാസ് ചെറുതാണ്, പക്ഷെ അത് ഹൈ സ്പീഡിൽ പോവല്ലോ. നല്ല സ്പീഡിൽ പറന്നാലല്ലേ അത് ലക്ഷ്യസ്ഥലത്ത് എത്തിയിട്ട് അതിനെ ഔട്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോ സ്മോൾ ലെറ്റർ എം എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ആ ചെറിയൊരു ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് തോന്നുന്നു. പുറത്തേക്ക് പോകുന്ന ആ ഉണ്ട, അതിന്റെ മാസാണ് സ്മോൾ ലെറ്റർ എം. ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത് ഗണ്ണിന്റെ മാസാണ്. അതുപോലെ രണ്ട് വികൾ അവിടെ കാണാൻ പറ്റും, V1 V2. V1 എന്ന് പറയുന്നത് ബുള്ളറ്റിന്റെ വെലോസിറ്റിയാണ്. ആ ഒരു ഗണ്ണിൽ നിന്നും പോകുന്ന ഉണ്ട തെറിച്ചു പോകുന്ന വലിയ ഹൈ സ്പീഡിനെയാണ് V1 എന്ന് പറയുന്നത്. V2 എന്ന് പറയുന്നത് ഈ ഗണ്ണ് തിരിച്ച് ബാക്കിലേക്ക് വരുന്ന സ്പീഡുമാണ്. അപ്പൊ ഏതൊക്കെയാണ് ഈ 4 ഫാക്ടേഴ്സ്? ആകെ ഞാൻ 4 ടേംസുകളാണ് പറഞ്ഞത്. സ്മോൾ ലെറ്റർ എം, ക്യാപിറ്റൽ എം, V1 V2. ഇത് എന്താണ് എന്ന് ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരണം. അതെന്താണ് എന്നുള്ളത് ഒരാള് ആരാണ്? ആരും ആവട്ടോ, ഞാൻ പറഞ്ഞോളി, നോക്കാനുള്ള സമയമില്ല. മിനി ബാലൻ, ആർക്കും ആവാം, ഞാൻ പറഞ്ഞു. ആരാ പെട്ടെന്ന് പറയുന്നത്? ആർക്കും ആവാം. സ്മോൾ ഏതൊക്കെയാണ് 4 ടേംസ് എന്നാണ് പറയേണ്ടത്, വേഗം.
ബുള്ളറ്റിന്റെ മാസ് സ്മോൾ ലെറ്റർ എം, ആ ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ ലെറ്റർ എം, ആ V1 വന്നിട്ട് ബുള്ളറ്റിന്റെ വെലോസിറ്റി, V2 ഗണ്ണിന്റെ വെലോസിറ്റി. ഓക്കെ. അപ്പോ ഇതിന്റെ കൂടെ ഉണ്ടെന്ന് അറിയാൻ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുന്നതാണ് കേട്ടോ. ഇതിലേതെങ്കിലും 3 തരും, 4ാമത്തെ ഒന്ന് കണ്ടുപിടിക്കാൻ പറയും. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യം. സാർ ഏതെങ്കിലും 3 തരും. സാർ സാർ ഓക്കെ. സാർ സ്മോൾ എം ഒന്നുകൂടി പറഞ്ഞുതരും. സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞാല് ഉണ്ടല്ലേ തോക്കുന്ന് പോകുന്ന ബുള്ളറ്റ്, അതിന്റെ മാസ് ഉള്ളൂ. ആ തോക്കുന്ന് പുറത്തു പോകുന്ന തെറിച്ചു പോകുന്ന ബുള്ളറ്റിന്റെ മാസ്. മാസ് ഓഫ് ബുള്ളറ്റ് നേടിയത്. ആ മാസ് ഓഫ് ബുള്ളറ്റ് അതായത് വളരെ ചെറുതായിരിക്കും. കിലോഗ്രാമിൽ എഴുതുമ്പോൾ 0.002 എന്നൊക്കെ എഴുതും. അല്ലെങ്കിൽ 1 ഗ്രാം ഒന്നും ഉണ്ടാവില്ല അത്. 1 ഗ്രാം കൂട്ടാം, 5 ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ. ചെറിയൊരു കനം തോന്നും. നമ്മുടെ സൈക്കിളിന്റെ ബോൾസിനൊക്കെ പോലെ ഉണ്ടാവും. അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അത് കിലോഗ്രാമിൽ എഴുതുമ്പോൾ 0.02 അല്ലെങ്കിൽ 0.06 എന്നൊക്കെ ഉണ്ടാവുള്ളൂ. കിലോഗ്രാമിൽ ആവണം. നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ കിലോഗ്രാമിലാണ് എഴുതുക. അപ്പോ ഇതിലേതെങ്കിലും 3 തരും, 4ാമത്തത് കണ്ടുപിടിക്കാൻ പറയും. അപ്പോ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് വർക്ക് ചെയ്യുന്നത് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ടോട്ടൽ മൊമെന്റം കൺസേർവ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? എം വി ആണ്. അപ്പോ ബുള്ളറ്റിന്റെ മൊമെന്റം എത്ര, ഗണ്ണിന്റെ മൊമെന്റം എത്ര, ഇത് രണ്ടും കൂട്ടിയാൽ 0 ആയിരിക്കും കിട്ടുക എന്നാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അതായത് ബുള്ളറ്റ് അങ്ങോട്ട് പോയത് ഒരു സ്പീഡിലാണ്, അത് V1. അതിനെ മാസ് കൊണ്ട് ഗുണിച്ചാൽ ബുള്ളറ്റിന്റെ മൊമെന്റം കിട്ടുമല്ലോ. ഇനി ഗണ്ണിന്റെ മൊമെന്റം കിട്ടണമെങ്കിൽ ക്യാപിറ്റൽ എം ഇൻറ്റു V2 ഗുണിച്ചാൽ മതി. അപ്പൊ 2 മൊമെന്റങ്ങൾ കിട്ടി. ഇവയുടെ തുക 0 ആണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാല് ഈ 2ാമത്തെ ഇക്വേഷൻ നോക്കാം, 2ാമത്തെ ടേം നോക്കാം. അപ്പൊ ഈ 1ാമത്താണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ 1ാമത്തതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് M1 V1 അല്ല സ്മോൾ ലെറ്റർ M V1 പ്ലസ് M V2 ഈക്വൽ ടു 0. രണ്ടിന്റെയും തുക, മൊമെന്റത്തിന്റെ സമ്മ് 0 ആണ്. കാരണം നമ്മൾ മൊമെന്റത്തിൽ ചേഞ്ച് വരൂല എന്നാണ് പറഞ്ഞത്. കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിൽ കോഴ്സ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇവയുടെ മൊമെന്റത്തിന്റെ തുക 0 ആയിരിക്കും. എങ്ങനെയാണ് ഇത് 0 ആയത് എന്നുള്ളതിന് ഒന്നുകൂടി വ്യക്തമാക്കാനാണ് ഈ 2ാമത്തെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒന്ന് അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഒന്ന് ബാക്കിലേക്കാണ്. ബുള്ളറ്റ് പോകുന്ന അതേ ഡയറക്ഷനിൽ ഗണ്ണ് പോവോ? ഇല്ല. ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ ഗണ്ണ് ബാക്കിലേക്കാ വരിക. നമ്മുടെ എവിടെയാണോ പിടിക്കുന്നത് അവിടെ നമ്മൾ അടുത്തേക്കാ വരിക. ബുള്ളറ്റ് നേരെ ഓപ്പോസിറ്റാ പോവുക. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറ്റുന്നുണ്ട്. സ്പീഡിന്റെ ഡയറക്ഷൻ ഒന്ന് അങ്ങോട്ടാണെങ്കിൽ ഇന്ന് ഇങ്ങോട്ടാണ്. അതുകൊണ്ടാണ് അവിടെ മൈനസ് വന്നത്. ഓക്കെ. അപ്പൊ രണ്ടിന്റെയും മൊമെന്റം ഈക്വൽ ആയിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. കാരണം ഫോഴ്സ് ഇല്ല. കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെന്റം ഈസ് കൺസേർവ്ഡ് എന്നാണ്. ടോട്ടൽ മൊമെന്റം ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ രണ്ടും കൂട്ടിയാല് മൊമെന്റം രണ്ടും കൂട്ടിയാൽ 0 കിട്ടണം. കാരണം എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലല്ലോ. അപ്പൊ മൊമെന്റം കൂട്ടിയാൽ 0 കിട്ടണം. ഇതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരിക. അപ്പൊ ഇങ്ങനെയുള്ള ഏത് സിസ്റ്റത്തിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്ത 2 കൊളീഷൻസ് നടക്കുന്ന ഏത് സിറ്റുവേഷനും നമുക്ക് ഈ രൂപത്തിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം. അപ്പൊ അതിൽ 1ാമത്തെ ടൈപ്പാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്. ഇതിൽ ചോദിക്കാവുന്ന ചോദ്യത്തിന് ആൻസർ എഴുതാനുള്ള ഇക്വേഷൻ ആണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിൽ റീകോയിൽ ഓഫ് ഗൺ ആണ് V2 അല്ലെ. റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ ഗണ്ണ് തിരിച്ചു വരുന്ന വെലോസിറ്റിയാണ് റീകോയിൽ ഓഫ് ഗൺ. റീകോയിൽ ഓഫ് ഗണ്ണ് കാണാനുള്ള ഇക്വേഷൻ ആണ് V2 ഈക്വൽ ടു -M ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M V1. ഇതെങ്ങനെ കിട്ടിയെന്ന് സംശയം ഉണ്ടോ? ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് സംശയം ഉണ്ടോ? ഇല്ല. ഇക്വേഷൻ മുകളിൽ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തതാണ് കേട്ടോ. മുകളിലുള്ള V2 അവിടെ നിർത്തിയിട്ട് എമ്മിനെ താഴേക്ക് കൊണ്ടുപോയപ്പോ ഇങ്ങനെ ആയി മാറിയതാണ്. വളരെ സിമ്പിൾ ആണ്. പ്രാവശ്യം കൂടി പറയാം. ഇവിടെ നമ്മൾ ആദ്യം ഈ 2ാമത്തെ ഇക്വേഷന് ഈ എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുപോയപ്പോ നെഗറ്റീവായി. ഇനി നമ്മൾ MV2 ഈക്വൽ ടു MV1 എന്നുള്ളതിൽ നിന്നും ഈ V2 എവിടെ നിർത്തി, ഈ ക്യാപിറ്റൽ എമ്മിനെ എങ്ങോട്ട് കൊണ്ടുവന്നു. ഇതിനെ കട്ട് ചെയ്തിട്ട് V2 ഈക്വൽ ടു MV ഡിവൈഡ് ബൈ M ആയി മാറി. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. മനസ്സിലായിട്ടുണ്ട്? റിപ്ലൈ കിട്ടി. ഓക്കെ. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് ബോക്സിലാക്കി വെക്കുക. ഇതാണ്. അഥവാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റീകോയിൽ ഓഫ് ഗൺ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് അറിയാമെങ്കിൽ ഡയറക്റ്റ് എഴുതി വെക്കാം. ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് കാണാൻ പഠിക്കൽ നിർബന്ധമൊന്നുമില്ല. പക്ഷെ
നമ്മൾ അറിയേണ്ടത് റീകോയിൽ ഓഫ് ഗൺ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ തുക 0 ആണ് എന്നതിൽ നിന്നും റീഅറേഞ്ച് ചെയ്താൽ കിട്ടുന്നതും ആണ്. ഓക്കെ, മനസ്സിലായി എങ്കിലൊരു കമന്റ് ബോക്സിൽ ഓക്കെ പറയാം. അടുത്ത എക്സാമ്പിൾസിലേക്ക് കിടക്കണം. ഇതിന്ന് വരുന്നത് ഇതാണ്, കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് റീകോയിൽ ഓഫ് ഗണ്ണ് കണ്ടുപിടിക്കാനാണ്. റീകോയിൽ ഓഫ് ഗണ്ണ് തന്നെ ആവണം നിർബന്ധമില്ല. വെലോസിറ്റി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എങ്ങനെയാവും, ഇതിന് റീഅറേഞ്ച് ചെയ്ത് ഏതെങ്കിലും 3 തന്നിട്ട് 4ാമത്തെ ഏതും ചോദിക്കാം. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ കൊളീഷൻ ആണ്. ഡൗട്ട് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കമന്റ് ബോക്സിൽ ഓക്കെ ആണ് കിട്ടിയത്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വെട്ടം ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ്. ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ബൈ ഹാർട്ട് എങ്ങനെയാണ് ഇത് കിട്ടിയതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ആൻസർ എഴുതിയാൽ മതി. സം ഓഫ് മൊമെന്റം ഈസ് 0, അതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ. വേറെ ഫോഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ ആ ഗണ്ണിനെ പിടിച്ച് കുലുക്കിയിട്ടൊന്നും ഇല്ലല്ലോ, ഗണ്ണിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഫോഴ്സ് ആണ്. അതുകൊണ്ട് ഗണ്ണിന്റെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, അതുകൊണ്ടാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അടുത്തത് കൊളീഷൻ. കൊളീഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഒബ്ജക്ട്സുകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ വേറെ ഫോഴ്സുകളൊന്നുമില്ല. ഇപ്പൊ രണ്ട് സ്കേറ്റേഴ്സ് നമ്മൾ സ്കേറ്റിംഗ് ചെയ്യുമല്ലോ, ഒരു ടയറിൽ ഉരുണ്ടിട്ട്, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ അതിന് വേറെ പറയാം, സ്കേറ്റിംഗ് ഷൂസ് തന്നെയാണ് ഷൂ. അത് ഉപയോഗിച്ച് രണ്ടുപേര് കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ, രണ്ടുപേരും ഒരേ സ്പീഡിൽ ഓപ്പോസിറ്റ് വന്നിട്ട് കൂട്ടിമുട്ടിയാൽ അവര് വീണ്ടും ഏത് സ്പീഡിൽ മൂവ് ചെയ്യും എന്നൊക്കെ അറിയണമെങ്കിൽ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്. നമ്മൾ എർത്തിൽ നിന്നും സ്കേറ്റിംഗ് നടത്തുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും mg ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ കേട്ടോ. അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് എ ഫ്രിക്ഷൻലെസ് സർഫസ് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതുക. ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്തുമ്പോഴാണ് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. കൊളീഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇനി കൊളീഷൻ വി മേ റിഗാർഡ് കൊളൈഡിംഗ് ബോഡി ഫോമിംഗ് എ സിസ്റ്റം. രണ്ട് ഒബ്ജക്റ്റുകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ അതൊരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇൻ ദി ആബ്സെൻസ് ഓഫ് എനി എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ദ കൊളൈഡിംഗ് ബോഡീസ്. രണ്ട് കൊളൈഡിംഗ് ഒബ്ജക്ട്സിൽ ആരും പിടിച്ചിട്ടൊന്നുമില്ല, സ്കേറ്റേഴ്സിന് പുറത്തുനിന്ന് ആരും ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ടൊന്നുമില്ല. അവർ ഒറ്റയ്ക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സച്ച് ആസ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവാൻ പാടില്ല. അതായത് അത് ഭൂമിയിൽ എർത്തിൽ മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവും കുറച്ച്. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടുന്നതിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും ഫ്രിക്ഷന് കാരണം. അത് നോക്കണ്ട, ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വാല്യൂസ് ചേഞ്ച് ചെയ്യാമെന്ന്. ദ സിസ്റ്റം ക്യാൻ ബി കൺസിഡേർഡ് ടു ബി ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഡെഫിനിഷനിൽ പറഞ്ഞതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്നുള്ള ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണെന്നുള്ളത് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ക്ലിയർ ചെയ്ത് പോകണം. അതുകൊണ്ടാണ് പറയുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്ത ഒരു സിസ്റ്റം. അത്രേ ഉള്ളൂ. The force of interaction between colliding bodies will not be changed total momentum. ഇതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. വീണ്ടും ഇവിടെ വന്നത് the force of interaction between colliding bodies will not change. അവര് രണ്ടുപേരും പരസ്പരം കൂട്ടിമുട്ടുന്നു എന്നതുകൊണ്ട് ടോട്ടൽ മൊമെന്റം ഒരിക്കലും മാറൂല. The total momentum will not change എന്നാണ് പറഞ്ഞത്. അവരങ്ങോട്ടും കൂട്ടിമുട്ടി എന്ന് വിചാരിച്ചിട്ട് അവരുടെ ടോട്ടൽ മൊമെന്റത്തില്, അതായത് ആദ്യം മൂവ് ചെയ്യുന്ന സ്കേറ്റേഴ്സിന്റെ M1v1 ഉം രണ്ടാമത് മൂവ് ചെയ്യുന്ന സ്കേറ്റേഴ്സിന്റെ M1v1 ഉം M2v2 തമ്മിൽ കൂട്ടിമുട്ടിയാലും രണ്ടുപേരുടെയും മൊമെന്റത്തിന്റെ തുക ഒന്ന് തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞതിന്റെ മീനിങ്. അപ്പൊ കൊളീഷൻ എന്ന ഒരു എക്സാമ്പിൾ മനസ്സിലാക്കുകയും അതിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്ത സമയത്ത് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒബേ ചെയ്യുന്നു എന്നുമാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ നോക്കുക. കൊളീഷൻ ഇവിടെ എന്തിനാണ് പറഞ്ഞത്? കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒബേ ചെയ്യും എപ്പോ? എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ, പുറത്തുനിന്ന് ആരും പിടിച്ചിട്ടൊന്നുമില്ല, പുറത്തുനിന്ന് ആരും തള്ളി മാറ്റിയിട്ടൊന്നുമില്ല. അവരിങ്ങനെ സ്റ്റേറ്റേഴ്സ് രണ്ടുപേര് വരികയാണ്, അവർ കൂട്ടിമുട്ടിയിട്ട് തിരിച്ചു പോകുമ്പോഴും അവരുടെ കൂട്ടിമുട്ടുന്നതിന്റെ മുൻപും ശേഷവുമുള്ള മൊമെന്റങ്ങൾ കൂട്ടിയാൽ ഒരേപോലെ തന്നെ ആയിരിക്കും എന്നാണ് ആ പറഞ്ഞത്. മൊമെന്റത്തിൽ ചേഞ്ച് ഉണ്ടാവില്ല. സം ഓഫ് ദി മൊമെന്റത്തിൽ, ടോട്ടൽ മൊമെന്റത്തിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ മീനിങ്. മനസ്സിലായോ? ഒന്നുകൂടി നോക്കുക കമന്റ് ബോക്സിൽ വരട്ടെ. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ഇതിന് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഒരു എക്സാമ്പിൾ
എക്സാമ്പിൾ ചില എക്സാമ്പിൾസ് കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. ജസ്റ്റ് നോക്കാം. ഇവിടെ രണ്ട് ട്രോളിയുടെ ഒരു എക്സാമ്പിൾ ആണ്. രണ്ട് ട്രോളികളുടെ എക്സാമ്പിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് രണ്ട് ക്വസ്റ്റ്യൻ വായിക്കണം അപ്പോഴേ മനസ്സിലാവുള്ളൂ. ക്വസ്റ്റ്യൻ, 2 ട്രോളീസ്, രണ്ട് ട്രോളികൾ ഉണ്ട്. ഈച്ച് ഓഫ് മാസ് എം, രണ്ടിന്റെയും മാസ് എം ആണ്. രണ്ടിന്റെയും മാസ് എം ആണ്. കപ്പിൾഡ് ടുഗെദർ, അവ രണ്ട് കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. കപ്പിൾഡ് ടുഗെദർ ആർ മൂവിങ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി വി. അപ്പൊ രണ്ടാള്, ഇപ്പൊ ഇവിടെ ഉള്ള രണ്ടുപേര് ഞാൻ പറയാണ്, ആതിഥേയവും അൽമാസ്, രണ്ടുപേരും എന്ത് ചെയ്യാണ്, രണ്ട് ട്രോളികളായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. രണ്ട് ട്രോളികളാണ്. അവർ രണ്ടുപേരും കയറിട്ട് കെട്ടിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ തള്ളി വിട്ടിട്ടുണ്ട്. അവരുടെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ്. അപ്പൊ രണ്ട് ട്രോളികളാണ് ഒരേ സ്പീഡിൽ വരുന്നുണ്ട്. ആ സ്പീഡ് എത്രയാണ്? വി ആണ്. ഓരോരുത്തരുടെയും മാസ് എത്രയാണ്? എം ആണ്. എന്നിട്ട് ദേ കൊളൈഡ് വിത്ത് 3 ഐഡന്റിക്കൽ സ്റ്റേഷനറി ട്രോളീസ്. അതിന്റെ അപ്പുറത്ത് 3 ട്രോളികൾ വേറെ നിൽക്കുന്നുണ്ടായിരുന്നു. ആരൊക്കെയാ ട്രോളികൾ? അർച്ചനയും ഫാത്തിമയും മീയും. ഈ 3 ട്രോളികൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പുറത്ത് വേറെ 3 നിൽക്കുന്നു. അപ്പൊ ഈ രണ്ട് ഒരുമിച്ച് വരുന്ന രണ്ട് ട്രോളികളും ചെന്നിട്ട് ഈ 3 ട്രോളിനെ ഹിറ്റ് ചെയ്ത്. ഇതാണ് സംഭവം. ദേ കൊളൈഡ് വിത്ത് 3 ഐഡന്റിക്കൽ സ്റ്റേഷനറി ട്രോളീസ് കപ്പിൾഡ് ടുഗെദർ. ഈ 3 ട്രോളികളും പരസ്പരം കൂട്ടിക്കെട്ടിയിട്ടുണ്ട് കേട്ടോ. കപ്പിൾഡ് ടുഗെദർ ആൻഡ് കണ്ടിന്യൂ വിത്ത് മൂവിങ് സെയിം ഡയറക്ഷൻ. അങ്ങനെ ആദ്യത്തെ രണ്ടുപേരും പിന്നത്തെ 3 പേരും ഒരുമിച്ച് അങ്ങനെ പോവാണ്. ഇതാണ് സംഭവം. വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ ട്രോളി ആഫ്റ്റർ ദ ഇമ്പാക്ട്? കൂട്ടിമുട്ടിയ ശേഷം അവർക്കുണ്ടാകുന്ന വെലോസിറ്റി, സ്പീഡ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ട്രോളിക്ക് പകരം സ്കൈറ്റേഴ്സ് ആയിട്ട് കൂട്ടിയാൽ മതി. ആദ്യം രണ്ട് സ്കൈറ്റേഴ്സ് കൈ പിടിച്ച് വരികയാണ്. രണ്ടും കപ്പിൾഡ് ടുഗെദർ ആണ്. രണ്ടുപേരും കെട്ടിയിട്ടുണ്ട്, കൂട്ടി പിടിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ 3 സ്കൈറ്റേഴ്സിന് വേറെ, അവർ 3 ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരെ കൂട്ടിമുട്ടി. സംഭവം മനസ്സിലായോ നോക്കുക. ആദ്യത്തെ 3 സ്കൈറ്റേഴ്സ്, ആദ്യത്തെ 2 സ്കൈറ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഇവർ രണ്ടുപേരും പരസ്പരം കണക്റ്റഡ് ആണ്. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്? കൂട്ടിമുട്ടാണ്. ആരുമായിട്ട്? ഈ മൂന്ന് ട്രോളികൾ പരസ്പരം കണക്റ്റഡ് ആണ് കേട്ടോ. 3 ട്രോളികൾ, 3 സ്കേറ്റേഴ്സ് ആവാം, ട്രോളി ആവാം, പരസ്പരം കണക്റ്റഡ് ആണ്. ഇവർ രണ്ടുപേരും ഇപ്പൊ 5 പേരും കൂട്ടിമുട്ടി. എന്നിട്ട് അവര് ഒരേ വെലോസിറ്റിയിൽ പോവാണ്. ഇതാണ് ഇവിടുത്തെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ വെലോസിറ്റി തന്നു വി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വി ഡാഷ് എന്ന് കൊടുക്കാം. പുതിയ വെലോസിറ്റിന് വി ഡാഷ് എന്ന് കൊടുക്കാം. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന രൂപം വേറെ രൂപത്തിലാണ്. നോക്കുക, ആദ്യം ഇവർ രണ്ടുപേരും വരുന്നുണ്ട് വി വെലോസിറ്റിയിലാണ്. പിന്നെ 5 പേരായി കൂട്ടിമുട്ടി വി ഡാഷ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ വി ഡാഷ് എത്രയെന്നാണ് ചോദ്യം. ആദ്യം ക്വസ്റ്റ്യൻ പഠിക്കട്ടോ. ക്വസ്റ്റ്യൻ പഠിക്കാൻ 2 പ്രാവശ്യം വായിച്ചാലേ ക്വസ്റ്റ്യൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടൊന്നുകൂടി വായിച്ചു നോക്കണം. സംഭവം മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ നോക്കാം ആദ്യം. ഓക്കെ, ആദ്യം 2 പേര് എയും ബിയും, 2 ട്രോളികളാണ്. രണ്ടും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട്, കണക്റ്റഡ് ആണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ വരുന്നുണ്ട് ഒറ്റക്ക്, അതായത് വേറെ വി വെലോസിറ്റിയിൽ ഈ 2 ട്രോളികളും വരുന്നുണ്ട്. എന്നിട്ട് 3 കെട്ടിയിട്ട ട്രോളികൾ അപ്പുറത്തുണ്ട്. ആ 3 ട്രോളിയുമായിട്ട് കൂട്ടിമുട്ടി. എന്നിട്ട് ഒരുമിച്ച് ഒരു വെലോസിറ്റിയിൽ പോവാണ്. അപ്പൊ അറിയാതെ 2 പേര് ഓടി വരിക. വരാന്തയിൽ 3 പേര് ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ 2 പേരും ഹൈ സ്പീഡിൽ വരികയാണ്. ഈ 3 കൈ പിടിച്ച് വരുന്ന 3 പേരെയും കൂടി കൂട്ടിമുട്ടി ഇവരെല്ലാം കൂടി തെറിച്ചു പോകും ഒറ്റയടിക്ക്. ആ തെറിച്ചു പോകുന്ന വെലോസിറ്റി എത്രയെന്ന ചോദ്യം. ഇവര് വരുന്ന വെലോസിറ്റി വി ആണ്. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ വരാന്തയിൽ കളിക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കിയാൽ മതി. 2 പേര് അവര് ഓടി വരികയല്ല, ടയറുണ്ട്, ട്രോളിയിൽ ഉരുണ്ട് വരികയാണെന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. എക്സാമ്പിൾ മനസ്സിലാവാനാ പറയുന്നത്. ട്രോളി ആവുമ്പോൾ ടയറിൽ ഉരുണ്ടിട്ടല്ലേ വരിക, മനുഷ്യന്മാരാകുമ്പോൾ നടന്നല്ലേ ഊരുക. അപ്പോ 2 ട്രോളികൾ നേരെ കണക്റ്റഡ് ആണ്, അവർ ഒരുമിച്ച് വരികയാണ്. വി ആണ് വെലോസിറ്റി. ഇപ്പൊ വരാന്തയിൽ എന്ത് ചെയ്യുന്നുണ്ട്? 3 പേര് കൈ കോർത്ത് നിൽക്കുന്നുണ്ട്. 3 ട്രോളി പരസ്പരം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ കൂട്ടിമുട്ടി. എന്നിട്ട് ഇവർ 5 പേരായിട്ട് ഒരുമിച്ച് പോവാണ്. അതിന്റെ വെലോസിറ്റി എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ വെലോസിറ്റി കുറച്ച് കുറയുമല്ലോ, കാരണം 5 പേരുണ്ട്. പക്ഷെ അതെന്താ സംഭവിച്ചു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോ അതിന് ആൻസർ എഴുതുന്ന രൂപം നോക്കിയോ. ലെറ്റ് വി ഡാഷ് ബി ദ വെലോസിറ്റി ഓഫ് ദ ട്രോളി ആഫ്റ്റർ ഇമ്പാക്ട്. കൂട്ടിമുട്ടിയ ശേഷം വി ഡാഷ് എന്ന് നമ്മൾ വെലോസിറ്റി എടുക്കണം. ഇത് കൂട്ടിമുട്ടിയ ശേഷമുള്ള വെലോസിറ്റി വി ഡാഷ്. ഈ വി ഡാഷ് ഒക്കെ എഴുതാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. വി ഡാഷ് എന്നൊക്കെ എഴുതുമ്പോൾ വി ഒരു മുകളിൽ ഒരു വര ഇട്ട് കൊടുത്താൽ മതി. V1 എന്നൊക്കെ ഇട്ടാൽ മതി. വി ഡാഷ് എന്ന് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. V1 ഇടാം, V2 ഇടാം, എന്തും ഇടാം. നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്യണം. ആൻസർ എഴുതുമ്പോൾ വി ഡാഷ് ബി ദ വെലോസിറ്റി എന്ന് എഴുതുന്നതിന് പകരം V1 ബി എന്ന് എഴുതുന്നതിന് ഒരു പ്രശ്നമില്ല. നമ്മളാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വി ഡാഷ് ബി ദ വെലോസിറ്റി ഓഫ് ദ ട്രോളി ആഫ്റ്റർ ഇമ്പാക്ട്. കൂട്ടിമുട്ടിയ ശേഷമുള്ള വെലോസിറ്റി വി ഡാഷ് ആണ്. ഓക്കെ. ഇനി മൊമെന്റം ബിഫോർ കൊളീഷൻ. കൂട്ടിമുട്ടുന്നതിന് മുൻപുള്ള മൊമെന്റം എത്ര എന്നാണ് ചോദ്യം. രണ്ടുപേരില്ലേ, ഒരാളുടെ മൊമെന്റം എത്ര പറയാൻ പറ്റുമോ? ഒരാളുടെ മൊമെന്റം എത്ര ആയിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പൊ ഒന്ന് എയും ഒന്ന് ബിയും ആണെങ്കിൽ, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എയുടെ മൊമെന്റം എത്ര? എയുടെ മൊമെന്റം എത്ര പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇത് സി, ഇത് ഡി. എയുടെ മൊമെന്റം എത്ര? മൊമെന്റത്തിന് സമവാക്യം എന്താ? മാസിന്റെ വെലോസിറ്റി അല്ലേ? അപ്പൊ വെലോസിറ്റി വി ആണ്, എം വി ആണ് കേട്ടോ. എയുടെ മൊമെന്റം എം വി ആണ്. അപ്പൊ ബിയുടെതോ? ബിയുടെ വെലോസിറ്റിയും എം വി തന്നെയല്ലേ? രണ്ടുപേരും ഒരേ മാസാണ്, ഒരേ വെലോസിറ്റി ആണ്. രണ്ടുപേരും ഒരേ മാസാണ്, രണ്ട് ട്രോളികൾക്കും ഒരേ മാസാണ്, ഒരേ സ്പീഡാണ്. അപ്പൊ രണ്ടുപേരുടെയും മൊമെന്റം സെയിം അല്ലേ? ആണോ? റിപ്ലൈ വേണം. രണ്ടുപേരുടെയും മൊമെന്റം സെയിം ആവൂലേ? ഒരേ മാസാണ്, ഒരേ വെലോസിറ്റി ആണ്. അപ്പൊ രണ്ടുപേരുടെയും മൊമെന്റം ഒന്നല്ലേ? അതിന്റെ തുകയാണ് എം വി പ്ലസ് എം വി. 2mv എന്ന് എഴുതാലോ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. 2mv എന്ന് എഴുതിയിട്ടുള്ളത് എന്താണ്? എം വി പ്ലസ് എം വി ആണ് കേട്ടോ. 2mv ബിഫോർ കൊളീഷൻ. മൊമെന്റം ബിഫോർ കൊളീഷൻ. കൂട്ടിമുട്ടുന്നതിന് മുൻപുള്ള മൊമെന്റം എത്ര? 2mv. ആ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നവർക്ക് വല്ല മൊമെന്റം ഉണ്ടാവുമോ? ഈ സിയും ഡിയും ഇ എന്ന് പറയുന്ന മൂന്ന് ട്രോളികൾ അവിടെ നിൽക്കുന്നുണ്ട്. വെലോസിറ്റി 0 അല്ലേ? സ്റ്റേഷനറി അല്ലേ? അപ്പോ m × 0, അവർക്ക് മൊമെന്റം ഇല്ല. മൊമെന്റം 0. അതുകൊണ്ടാണ് ബിഫോർ കൊളീഷൻ 2mv മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശരിയാണോ? ഓക്കെ. അപ്പോ ആഫ്റ്റർ കൊളീഷൻ, മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. കൂട്ടിമുട്ടിയ ശേഷം ഉണ്ടാകുന്ന മൊമെന്റം എത്ര എന്നാണ് ചോദ്യം. കൂട്ടിമുട്ടിയതിന് ശേഷം 5 പേരില്ലേ? 5 പേർക്ക് ഒരേ മാസാണ് കേട്ടോ. മറക്കരുത്. ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ട്രോളികൾക്കെല്ലാം ഒരേ മാസാണ്. ഇപ്പൊ നിങ്ങൾ വരാതിരിക്കുന്ന കുട്ടികൾക്കെല്ലാം ഒരേ മാസാണെന്ന് പറഞ്ഞാൽ തർക്കിച്ചിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യനിൽ ട്രോളിയാണ്, മനുഷ്യന്മാരല്ല. അപ്പോ എം ബി ഡാഷ് ആണ് അവിടെ. 5mv ഡാഷ്. എല്ലാവർക്കും ഒരേ മാസാണ്, അതുകൊണ്ട് 5m. പക്ഷെ വെലോസിറ്റി മാറും. അവര് എല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. കൂട്ടിമുട്ടി ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് തെറിച്ച് പോയിട്ടില്ല. 5 ട്രോളികളും ഒരേപോലെ പോവാണ്. അതാണ് വി ഡാഷ്. അപ്പോ ആഫ്റ്റർ കൊളീഷൻ മൊമെന്റം 5mv ഡാഷും ബിഫോർ കൊളീഷൻ 2mvയും ആണെങ്കിൽ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മൊമെന്റം രണ്ട് മൊമെന്റം ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും ഈക്വൽ ആയി. കാരണം അവിടെ പിടിച്ചു വെക്കാൻ ആരും വന്നിട്ടില്ല, എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ മൊമെന്റത്തിൽ മാറ്റം ഉണ്ടാവില്ല. ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും മൊമെന്റം ഈക്വൽ ആണ് എന്നാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഇക്വേറ്റ് ചെയ്തൂടെ? അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 2mv ഈക്വൽ ടു 5mv ഡാഷ്. രണ്ടും സമമാണ്. ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും മൊമെന്റം മാറൂല. അവ രണ്ടും സെയിം തന്നെയാണ്. അതുകൊണ്ട് ഒരു ഭാഗത്ത് 2mv, ഒരു ഭാഗത്ത് 5mv ഡാഷ് എഴുതുന്നതിന് പ്രശ്നമുണ്ടോ? റിപ്ലൈ വേണം. ചാറ്റ് ബോക്സിൽ ആയിക്കോട്ടെ. ചാറ്റ് ബോക്സിൽ വേഗം. 2 mvകളും നമുക്ക് എന്ത് ചെയ്യാം? 2 മൊമെന്റങ്ങളും പരസ്പരം ആഡ് ചെയ്യാം. 2 മൊമെന്റങ്ങളും പരസ്പരം ഇക്വേറ്റ് ചെയ്യാം. 2mv ഈക്വൽ ടു 5mv ഡാഷ്. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് വി ഡാഷ് കിട്ടും. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ, അതായത് ഈ വി ഡാഷിനെ ഇവിടെ നിർത്തി 5mvനെ താഴെക്കിട്ടു. അല്ല, എമ്മും ക്യാൻസൽ ചെയ്തു. ഇവിടുന്ന് തന്നെ എമ്മും ക്യാൻസൽ ചെയ്തു. കാരണം രണ്ട് ഭാഗത്തും ഒരേ മാസുകളാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ക്യാൻസൽ ചെയ്യാം. ഇനി വി ഡാഷ് ഈക്വൽ ടു 2 / 5v എന്നാണ് ആൻസർ വരിക. അതായത്
ആദ്യം എന്ത് ചെയ്തു? 2v ഈക്വൽ ടു 5v ഡാഷ് എന്ന് എഴുതി. എന്നിട്ട് ഈ v ഡാഷിനെ ഇവിടെ നിർത്തി. ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ഡിവൈഡഡ് ബൈ 5 ആയല്ലോ. v ഡാഷ് ഈക്വൽ ടു 2v ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി. അപ്പൊ എന്താണോ ക്വസ്റ്റ്യന് അതിന്റെ ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും മൊമെന്റത്തിന്റെ തുക ഈക്വൽ ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. ക്വസ്റ്റ്യനിൽ ഒരു ട്രോളി ഉള്ളതിന് പകരം 2 ട്രോളി ആവാം, 2 ഉള്ളത് ചിലപ്പോൾ 3 ആവാം. എന്തോ ആയിക്കോട്ടെ, എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കുക. ബിഫോർ കൊളീഷൻ എത്ര പേര് മൂവ് ചെയ്യുന്നുണ്ട് നോക്കുക, അവരുടെ മൊമെന്റത്തിന്റെ തുകയും ആഫ്റ്റർ കൊളീഷൻ എത്ര പേര് ചലിക്കുന്നുണ്ട്, എത്ര പേര് മൂവ് ചെയ്യുന്നുണ്ട് നോക്കുക, അവരുടെ മൊമെന്റവും തമ്മിൽ ഈക്വൽ ആയിരിക്കും. എപ്പോ? എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും ഇല്ലെങ്കിൽ, ഫ്രിക്ഷനും ഇല്ല എങ്കിൽ രണ്ടും ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഇവിടെ വെലോസിറ്റി ഒന്നും തരാത്തതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ രൂപത്തിലായിരിക്കും ആൻസർ. ഇപ്പൊ v 10 ആയിരുന്നെങ്കിൽ, ഇപ്പൊ എയും ബിയും 10 സ്പീഡിലാണ്, 10 മീറ്റർ പെർ സെക്കൻഡിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ കറക്റ്റ് ഒരു ആൻസർ കിട്ടും. 2 × 10 20 ഡിവൈഡ് ബൈ 5 20/5 എന്ന ആൻസർ കിട്ടും. അപ്പൊ v തന്നിട്ടുണ്ടെങ്കിൽ v ഡാഷ് കിട്ടും. v തരാത്തതുകൊണ്ട് നമുക്ക് ഇത്ര എഴുതി വെച്ചാൽ തന്നെ മാർക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായോ നോക്കുക. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതുപോലെയുള്ള ഒന്നുകിൽ ഇതിന് ഏതെങ്കിലും ഒക്കെ ഒരു ക്വസ്റ്റിനെ ചോദിക്കുള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒരു ക്വസ്റ്റിനെ ചോദിക്കുള്ളൂ. ക്ലിയർ ആണോ? ചാറ്റ് ബോക്സിൽ വന്നേ. ക്ലിയർ ആണോ നോക്കട്ടോ. ക്ലിയർ ആണെങ്കിൽ അടുത്ത എക്സാമ്പിൾസിലേക്ക് പോകാം. ഓക്കെ, റിപ്പീറ്റഡ് റെക്കോർഡഡ് കിട്ടാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നോക്കട്ടോ. കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി. ഓക്കെ, ഇനി എക്സ്പ്ലോഷൻ ഓഫ് ബോംബ്. ബോംബ് എക്സ്പ്ലോഷനിലും നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ടല്ല, ആ ബോംബിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പൊട്ടിത്തെറിയാണ്. അവിടെയും മൊമെന്റത്തിന്റെ തുക ഈക്വൽ ആയിരിക്കും. എന്ന് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. അതിന് എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുമ്പോൾ പ്രോബ്ലം ഒന്നും ചോദിക്കില്ല. A bomb explodes in fragments and releases a huge amount of energy. Consider a bomb at rest initially, which is exploded into fragments A and B. As the momentum of the bomb was 0, before explosion, the total momentum of the 2 fragments will be 0. അതായത് ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന്റെ മുൻപ് അതിന്റെ മൊമെന്റം 0 ആണ്. ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് അതിന്റെ മൊമെന്റം 0 ആണ്. എന്തുകൊണ്ടാണ് ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് മൊമെന്റം 0 ആയത്? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരു ബോംബ് എക്സ്പ്ലോഷന് മുൻപ് മൊമെന്റം 0 ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മൊമെന്റത്തിന്റെ ഇക്വേഷൻ mv ആണ്. അപ്പൊ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ബോംബ് ഒരു സ്ഥലത്ത് അനങ്ങാതിരിക്കുമല്ലേ? അപ്പൊ വെലോസിറ്റി 0 അല്ലേ? സ്പീഡ് 0 അല്ലേ? അതുകൊണ്ട് മൊമെന്റം ബിഫോർ എക്സ്പ്ലോഷൻ 0 ആണ്. അപ്പോ 0 തന്നെ ആയിരിക്കണം പൊട്ടിത്തെറിച്ചാലും മൊമെന്റം ഉണ്ടാവേണ്ടത്. ഒരു ബോംബ് അനങ്ങാതിരിക്കുമ്പോൾ അതിന്റെ മൊമെന്റം ബിഫോർ കൊളീഷൻ 0 ആണ്. അപ്പൊ ആഫ്റ്റർ എക്സ്പ്ലോഷന് മൊമെന്റം 0 ആവണം. എന്ന് പറഞ്ഞാല് ഒരു കല്ല് ഇങ്ങോട്ട് തെറിച്ചാൽ മറ്റേ കല്ല് ഇങ്ങോട്ട് തെറിക്കും. ഒന്നിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേത്. ഒന്ന് അങ്ങോട്ടാണ്ടായാലും അത് ആകപ്പാടെ ചെതറുമ്പോ ഈ ചെതറുന്നതിന്റെ എല്ലാത്തിന്റെയും മൊമെന്റത്തിന്റെ തുക കൂട്ടി കഴിഞ്ഞാല് 0 കിട്ടണം എന്നാണ്. അപ്പൊ ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് പോയാൽ മതി. മനസ്സിലായോ? ഡയറക്ഷൻ മാറിയാൽ മതി. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അത്രേ ഉള്ളൂ. അവിടെ മനസ്സിലാക്കാൻ ഒന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റും അതേ മൊമെന്റം ഉള്ള ഒബ്ജക്റ്റ് പോവും. അപ്പൊ മൊമെന്റം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുമ്പോൾ മൊമെന്റം ക്യാൻസൽ ചെയ്ത് പോവും. സം ഓഫ് ദി മൊമെന്റം 0 ആയിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ബോംബിന്റെ എക്സ്പ്ലോഷന് മുൻപ് മൊമെന്റം 0 ആണ്, വെലോസിറ്റി 0 ആണ്. ആഫ്റ്ററും 0 ആയിരിക്കും. അപ്പൊ അതെങ്ങനെ സംഭവിക്കുക എന്നുള്ളതാണ് താഴെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ മൊമെന്റം ഓഫ് ദി 2 fragments will be 0 after the explosion. For this reason, the 2 fragments will fly off in opposite direction. അത് കണ്ടോ നോക്കുക. ഈ ഒരു പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്യുക. The 2 fragments will fly off in opposite direction. രണ്ട് ചെതറുകൾ ഒന്ന് അങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് പോകും.
If the masses of the two fragments are equal, the velocity of the two fragments will be equal. അതായത് ഒരേ ചെതല്. ഇപ്പോ ചെറിയ ചീളാണെങ്കിൽ നല്ല സ്പീഡിൽ പോകും. മൊമെന്റം 0 ആയാൽ മതി, ടോട്ടൽ മൊമെന്റം 0 ആയാൽ മതി. ഒന്ന് മാത്രം പോയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതേ മൊമെന്റം തിരിച്ചും പോകും എന്ന് മാത്രം മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒരു റിപ്ലൈ വേണല്ലോ. അടുത്തിലേക്ക് പോട്ടെ. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. റോക്കറ്റ് പ്രൊപ്പൽഷൻ. റോക്കറ്റ് പ്രൊപ്പൽഷനും റീകോയിൽ ഓഫ് ഗണ്ണും ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെയിം ലോജിക് തന്നെയാണ്. റോക്കറ്റ് പോകുമ്പോഴും ഗണ്ണിനെ പോലെ തന്നെ റോക്കറ്റിൽ നിന്നും പുകയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ റിയാക്ഷൻ കാരണമാണ് റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഗണ്ണാവുമ്പോൾ ബുള്ളറ്റ് അങ്ങോട്ട് പോകും, ഗണ്ണിനെ നമ്മൾ പിടിച്ചു വെക്കും, റീകോയിൽ ഓഫ് ഗൺ. പക്ഷെ ഇവിടെ ആ റീകോയിൽ ഓഫ് ഗണ്ണിന്റെ അതേപോലെ നോസിലിൽ നിന്നും പുക അങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിട്ടാണ് റോക്കറ്റ് പോകുന്നത്. അപ്പൊ നല്ല ഹൈ സ്പീഡിൽ പുക വന്നാലേ ഹൈ സ്പീഡിൽ റോക്കറ്റ് പോവുള്ളൂ. അതാണ് ഇവിടുത്തെ സംഭവം. എക്സ്പ്ലനേഷൻ ഒക്കെ കറക്റ്റ് നോക്കിയാൽ മതി. ജസ്റ്റ് ഇവിടുത്തെ പറയേണ്ട പോയിന്റ്, മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു സെക്കൻഡിൽ പോകുന്ന പുകയാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ റോക്കറ്റ് ഫുൾ ആയിട്ട് പോകുന്നതിന് ഉപയോഗിച്ചിട്ടൊന്നും പ്രോബ്ലംസ് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇക്വേഷൻ എഴുതണമെങ്കിൽ ഒരു സെക്കൻഡിൽ പുറത്തേക്ക് വരുന്ന പുകയുടെ മൊമെന്റം എത്രയാണ് നോക്കുക. അത് മുകളിലേക്ക് പോകുന്ന ആ ഒരു റോക്കറ്റിന് ഒരു സെക്കൻഡിൽ ഉണ്ടായ മൊമെന്റത്തിന്റെ തുക ഈക്വൽ ആയിരിക്കും, 0 ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ നോക്കാം. ഇഫ് ദ ഇൻക്രീസ്, ഈ ഒരു പാരഗ്രാഫ് ആണ് കേട്ടോ നോക്കുന്നത്. ബാക്കി ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ് മുകളിലുള്ളത്. ഓൺ ദ ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഓഫ് ദ റോക്കറ്റ് ഇൻ t സെക്കൻഡ് ഈസ് v. അതായത് വെലോസിറ്റിയുടെ ഇൻക്രീസ് ഒരു സെക്കൻഡിൽ v ആണെങ്കിൽ അതിന് ക്യാപിറ്റൽ V എന്ന് എടുക്കും. ഒരു സെക്കൻഡിൽ റോക്കറ്റ് ഇങ്ങനെ സ്പീഡ് കൂടി കൂടി പോവല്ലേ, ആ സ്പീഡ് കൂടുന്നത് v ആണ്. ആൻഡ് ദ ഇൻക്രീസ് ഇൻ മൊമെന്റം ഈസ് mv. അങ്ങനെയാണെങ്കിൽ മാസിന്റെ വെലോസിറ്റി കൂട്ടിയാൽ നമുക്ക് മൊമെന്റം കിട്ടും. അപ്പൊ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ ഇവിടെ ഈ ഒരു ഭാഗവും കൂടി നോക്കട്ടെ. ഇവിടെ ഇഫ് m ഈസ് ദ മാസ് ഓഫ് ദി റോക്കറ്റ് ആൻഡ് സ്മോൾ m ഈസ് ദ മാസ് ഓഫ് ദി ഗ്യാസ് എസ്കേപ്പിംഗ് പെർ സെക്കൻഡ്. സ്മോൾ ലെറ്റർ m എന്താണ്? ഒരു സെക്കൻഡിൽ പുറത്തേക്ക് വരുന്ന മാസിന്റെ പുകയുടെ മാസാണ്, ഗ്യാസിന്റെ മാസാണ്. നമ്മൾ അവിടെ സ്മോൾ ലെറ്റർ ബുള്ളറ്റിന്റെ അല്ല എടുത്തത്. ഇവിടെ ഒരു സെക്കൻഡിൽ വരുന്ന പുകയുടെ മാസ്, അതിന്റെ സ്പീഡ് v എടുത്തു. നേരത്തെ മുകളിൽ എഴുതിയ അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ. mv പ്ലസ് mv ഈക്വൽ ടു 0. പക്ഷെ ഇവിടെ ഒരു t വന്നത് ഒരു സെക്കൻഡിൽ ഉള്ളതിനെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുകൊണ്ട് മാത്രം. ബാക്കിയൊക്കെ അതുപോലെ തന്നെ, അത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു സെക്കൻഡിൽ എടുത്തു, അതുകൊണ്ട് mv t എടുത്തു. അപ്പൊ 10 സെക്കൻഡ് ആണെങ്കിൽ mv ഇൻറ്റു 10 വരും. 20 സെക്കൻഡ് ആണെങ്കിൽ mv ഇൻറ്റു 20 വരും. നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ചായിരിക്കും. ഇവിടെ ഈ ഒരു ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് v/t ആണ് കിട്ടുക. നേരെ അവിടെ v മാത്രമായിരുന്നു, ഇവിടെ v/t ആണ് വരിക. ആ v/t എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ബൈ ടൈം. പറയാൻ പറ്റുമോ? വെലോസിറ്റി ബൈ ടൈം, വെലോസിറ്റി ബൈ ടൈം എന്താണ് പറയാൻ പറ്റുമോ? കമന്റിൽ മതി. ആക്സിലറേഷൻ ആണ്, v/t ആക്സിലറേഷൻ ആണ്. അപ്പോൾ റോക്കറ്റിന്റെ ആക്സിലറേഷൻ ആണ് നമുക്ക് കിട്ടുക. അവിടെ റീകോയിൽ ഓഫ് ഗൺ ആയിരുന്നു, ഇവിടെ v/t ഉണ്ടായതുകൊണ്ട് ഒരു സെക്കൻഡ് ആയതുകൊണ്ട് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ, അതാണ് ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -mv/M. നേരത്തെ അതേ ഇക്വേഷൻ മാറ്റൊന്നുമില്ലേ, ഇവിടെ ആക്സിലറേഷൻ ആണെന്ന് മാത്രം. അതായത് റോക്കറ്റിന് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന സ്പീഡ് കൂടുന്നത് എത്രയാണോ അത് കിട്ടണമെങ്കിൽ mv/M ചെയ്താൽ മതി. റോക്കറ്റിന്റെ മാസ്
ആണ് ക്യാപിറ്റൽ എം. അതുപോലെ സ്മോൾ ലെറ്റർ എം 1 സെക്കൻഡിൽ പുറത്തേക്ക് പോകുന്ന ഇതൊക്കെ ആ ഒരു ഇക്വേഷൻ മാത്രം നോട്ട് ചെയ്താൽ മതി കേട്ടോ. അഥവാ കേസിൽ ചോദ്യം വരികയാണെങ്കിൽ മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യേണ്ട ഭാഗം മാത്രമാണ്. ആ ഇക്വേഷൻസ് മാത്രം നോട്ട് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഇക്വേഷൻ എഴുതി വെക്കുക. നേരത്തെ റിക്കോയിൽ ഓഫ് ഗണ്ണിൽ വി എഴുതിയെടുത്ത് ഇവിടെ എ ആവുന്ന മാത്രം മനസ്സിൽ ഓർത്താൽ മതി. അതൊന്നും ആവശ്യമില്ല. കൂടുതൽ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒരു മാർക്ക് വരുള്ളൂ. അപ്പൊ അവിടെ ആ ഒരു റിക്കോയിൽ ഓഫ് ഗണ്ണിന്റെ കൺസർവേഷൻ ഓഫ് മൊമെന്റ് ഓർമ്മ ഉണ്ടെങ്കിൽ ഇവിടെ അടുത്തത് സാർ സൗണ്ട് ഇല്ല. ഓക്കെ. ഇക്വേഷൻ ഓഫ് കൺകറന്റ് ഫോഴ്സസ്. കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുമ്പോൾ അതിനെയാണ് കൺകറന്റ് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു റൂമിന്റെ സെന്ററിൽ ഒരു ഡെസ്ക് ഇട്ടിട്ട് അതിനെ 4 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചാൽ അതിന് 4 ഫോഴ്സുകൾ ഒരേ സമയം ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെയുള്ള ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ കൺകറന്റ് ഫോഴ്സ് ആണ് അതിൽ ആക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ കൺകറന്റ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫോഴ്സ് ആക്ടിങ് സൈമിൾട്ടേനിയസ്ലി അറ്റ് എ പോയിന്റ് ഈസ് കാൾഡ് കൺകറന്റ് ഫോഴ്സ്. ഒരു പോയിന്റിൽ ഒരേ സമയം ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിന് കൺകറന്റ് ഫോഴ്സ് എന്ന് പറയും. അത്രേ ഉള്ളൂ സംഭവം. പേര് കേൾക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് തോന്നും. ഇനി ഈ ബെഞ്ച് അനങ്ങുന്നില്ല. ഇപ്പൊ നമ്മള് ആരൊക്കെയാണ്? ആദിദേവ്, അൽമാസ്, അർച്ചന, ഫാത്തിമ, സജിത, ഇവര് 4 പേര് ഒരു ടേബിളിന് 4 ഭാഗത്തും പിടിച്ച് വലിക്കുന്നുണ്ട് വിചാരിച്ചോളെ. പക്ഷെ ടേബിൾ അനങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ റിസൾട്ടന്റ് ഫോഴ്സ് 0 അല്ലേ? വല്ല കാര്യമുണ്ടോ അങ്ങനെ വലിച്ചിട്ട്? റിസൾട്ടന്റ് ഫോഴ്സ് 0 അല്ലേ? ആണോ? റിസൾട്ടന്റ് ഫോഴ്സ് 0 അല്ലേ? അപ്പോ കൺകറന്റ് ഫോഴ്സസിന്റെ റിസൾട്ട് 0 ആവുന്നത് ഒരു ഇക്വലിബ്രിയം സ്റ്റേറ്റിലാണ്. അതായത് ബെഞ്ച് അനങ്ങൂല. അങ്ങനെയുള്ള സ്റ്റേറ്റിനാണ് ഇക്വലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ സച്ച് ഫോഴ്സസ് ആർ സെറ്റ് ടു ബി ഇൻ ഇക്വലിബ്രിയം ഇഫ് ദ റിസൾട്ടന്റ് ഈസ് 0. റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണെങ്കിൽ അത് ഇക്വലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ പറയും. അതായത് അനക്കൊന്നുമില്ല എന്ന്. ഓക്കെ, അതിന്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി ഇവിടെ കാണുന്നുണ്ട്, നോക്കാം. ഇവിടെ ഈ ഒരു പോയിന്റില് ഈ എഫ് എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇവിടെ ടെക്സ്റ്റിൽ ചെറിയൊരു എഡിറ്റ് ഉള്ളത് ഇത് F3 ആണ് കേട്ടോ. ഇത് F3 ആണ്, അല്ല F3 ആണ്. ഇത് ഒരു പോയിന്റ് ആണ് ഇവിടെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ വരച്ചു വെക്കാം. ഈ പോയിന്റിൽ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇപ്പൊ ഞാൻ ഇവിടെ പോയിന്റിനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് F1, ഇത് F1, ഇത് F2. ഇത് രണ്ടിന്റെയും റിസൾട്ടന്റ് ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും പിടിച്ചു വലിച്ചാൽ അത് എങ്ങോട്ടാ മൂവ് ചെയ്യുക? ഇതൊരു പന്താണ് വിചാരിച്ചോളൂ. ഒരാൾ ഇങ്ങോട്ടും പിടിച്ചു വലിച്ചാല് ഇത് ഇങ്ങനെയല്ലേ പോവാ? ആണോ? ആണോ? 2 പേര് ഒരേ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും, പക്ഷെ അത് 45 ഡിഗ്രിയിലാണ്. അപ്പോ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് നേരെ ആവില്ലേ? ഇത് എഫ് ആണോ? മനസ്സിലായോ? ഇത് F1 പ്ലസ് F2 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2 പേര് ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും വലിച്ചാൽ അതിന്റെ റിസൾട്ടന്റ് F1 പ്ലസ് F2 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ബാക്കിലേക്ക് ഒരാൾ വലിക്കുന്നുണ്ട്, അതാണ് F3. ബാക്ക് വലിക്കുന്നത് F3 ആണ്. ഇത് ഈക്വലിബ്രിയത്തിലാണ്, അതായത് ഈ പോയിന്റ് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ് എന്നാണ് മനസ്സിലാവേണ്ടത്. അത് പറഞ്ഞെന്നാ ഇത് മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കും. അതായത് F3 ബാക്കിലേക്കാണ്, പിന്നോട്ട് വലിക്കാൻ ആളുണ്ടാവുമല്ലോ. F1 F2 2 സൈഡ് എടുക്കാം, പക്ഷെ അതിന്റെ റിസൾട്ടന്റ് നേരെ ഫ്രണ്ട് എടുക്കാം. പക്ഷെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല, ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആണ് എന്ന് പറഞ്ഞാൽ ഈ F3 ഈസ് ഈക്വൽ ടു F1 പ്ലസ് F2 എന്ന് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് അനങ്ങുന്നില്ലെങ്കിൽ ബാക്കിലേക്ക് വലിക്കുന്നതും ഫ്രണ്ടിലേക്ക് വലിക്കുന്നതും ഒരേപോലെ ആവണ്ടേ? അങ്ങനെയാണ് എങ്കിൽ F1 പ്ലസ് F2 ഈക്വൽ ടു F3 ആവൂലേ? ഒന്ന് വോയിസ് ഓൺ ആക്കി പറഞ്ഞേ ഒരാള്. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാക്കേണ്ടി വന്നാൽ F3 എത്ര ആയിരിക്കും? ഇതിൽ F1 F2 നമുക്ക് തന്നു 10 ന്യൂട്ടൺ ആണെങ്കിൽ F1 ഉം F2 ഉം
10 ന്യൂട്ടൺ ആണെങ്കിൽ F3 എത്ര ആയിരിക്കും എന്ന ചോദ്യം. ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല, അങ്ങനെ ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഇൻ ദിസ് കേസ് F1 is 10 Newton and F2 is 20 Newton and find F3 എന്നാ ചോദിച്ചത് when the object is at stationary എന്ന്. അപ്പൊ എന്തായിരിക്കും ആൻസർ? F1 10, F2 20. എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ F3 എത്ര എന്ന ചോദ്യം. F3 എത്ര പറയാൻ പറ്റുമോ? F1 10, F2 20. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് അനങ്ങുന്നില്ലെങ്കിൽ F3 എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. കമന്റ് ബോക്സിൽ പറഞ്ഞാലും മതി, വോയിസ് ഓൺ ആക്കി പറഞ്ഞാലും മതി. ഇവിടെ ആ രൂപത്തിലെ ചോദ്യം വരുള്ളൂ. ഇങ്ങനെ ഡയഗ്രാം വന്നിട്ട് F1 F2 തന്നു, അതിന്റെ റിസൾട്ട് ഉണ്ട് നേരെ ഫ്രണ്ടില്. അതായത് രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച നേരെ മുന്നിക്കല്ലേ പോവാ ഒബ്ജക്റ്റ്. അപ്പൊ അതിന്റെ അർത്ഥം ഇതിന്റെ രണ്ടിന്റെയും തുകയാണ് ഇവിടെ വരിക. ഈ ഒബ്ജക്റ്റ് അനങ്ങുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം F3 = F1 + F2 ആണ്. അങ്ങനെയാണെങ്കിൽ F3 യുടെ വാല്യൂ 10 + 20 ആണ്. 10 + 20 എക്സാമ്പിൾ ആണ് കേട്ടോ. 10 + 20 30 ആയിരിക്കും. ഇത് ആണ് മനസ്സിലാവുന്നത്. കൺകറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ റിസൾട്ടന്റ് 0 ആണ്. അതായത് അങ്ങോട്ട് വലിച്ചത് തന്നെ ആയിരിക്കും ഇങ്ങോട്ടും വലിക്കുന്നത്. അപ്പൊ F3 30 ആണ് എന്നാണ് മീനിങ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൊളീഷന്റെ ഏതെങ്കിലും ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ അങ്ങനെ സാധ്യതകളൊന്നും ഇല്ല, അറിഞ്ഞിരിക്കണം. മൊമെന്റത്തിന്റെ ഏതെങ്കിലും ഒക്കെ ഒന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചാൽ. ഓക്കെ, സൗണ്ട് ഞാൻ അടുത്ത് പിടിക്കുമ്പോഴും കേൾക്കുന്നില്ലേ? ഫാനിന്റെ എങ്ങനെ? ഞാൻ ഫാനിന്റെ ഇടാതിരിക്കാൻ പറ്റില്ല, ഫാനിന്റെ കാറ്റ് വരുന്നോണ്ടായിരിക്കും. അങ്ങനെ മറച്ചു പിടിക്കുമ്പോ പ്രശ്നമില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു എക്സാമ്പിൾ കേട്ടോ. അതായത് ഇവിടെ അത് എഴുതിയിട്ടുണ്ട്, എഴുതിയത് മാത്രം വായിച്ചാലും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. F3 = -F1 + F2. ഇവിടെ മൈനസ് വന്നത് എന്തുകൊണ്ടാ അറിയോ? മൈനസ് വന്നോണ്ട് ഒന്ന് ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാവാനാട്ടോ. ഓക്കെ, അപ്പൊ F3 എന്ന് പറയുന്നത് ഞാൻ എഴുതിയ ആൻസർ -30 എന്നാണ് വരിക കേട്ടോ. -30 അങ്ങോട്ട് 30 ആവുന്നതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഡയറക്ഷൻ മൈനസ് കൊടുക്കണം. F3 = -F1 + F2 ആണ് വരിക. അതായത് ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. ഒന്ന് അങ്ങോട്ടാണ്, രണ്ടെണ്ണം അങ്ങോട്ടാണ്. അപ്പോ അതിന്റെ തുക ഡയറക്ഷൻ നോക്കണം, അപ്പോഴാണ് സമ്മ് 0 കിട്ടുള്ളൂ. കൺകറന്റ് ഫോഴ്സ് ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രേ ഉള്ളൂ. കൺകറന്റ് ഫോഴ്സ് ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ ഫോഴ്സ് 0 ആയിരിക്കും, അനങ്ങൂല. ഓക്കെ, അതോടുകൂടി ആ മൊമെന്റത്തിന്റെ ടോപ്പിക് കഴിയാണ് കേട്ടോ. ഇനി ഫ്രിക്ഷൻ എന്ന ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാണ്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതിന്റെ മുമ്പത്തെ ഏതെങ്കിലും ഭാഗം സംശയം ഉണ്ടോ? കമന്റ് ബോക്സ്. ഓക്കെ, അപ്പൊ ഫ്രിക്ഷനിലേക്ക് പോവാണ്. ഫ്രിക്ഷനിൽ നമുക്ക് മനസ്സിലാവേണ്ടത് ആദ്യം ഡെഫിനിഷന് 2-3 ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രിക്ഷനെ കുറക്കാൻ എന്താ ചെയ്യാം, ദെൻ അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ 2 സിമ്പിൾ കാര്യങ്ങൾ ഇക്വേഷൻ പോലെ. അപ്പോ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ is always opposite in direction എന്നൊക്കെ പറയാൻ പറ്റും. ഇവിടെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. Force of friction is a contact force is always act along the surface in the direction opposite to that of the motion. ഈ ഫ്രിക്ഷൻ എപ്പോഴാണ് ഉണ്ടാവുക അറിയോ? ഫ്രിക്ഷൻ അറൈസസ് വെൻ an object start to move എന്ന് പറയാം. ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഫ്രിക്ഷൻ ഉണ്ടാവുക. അപ്പൊ ഒരു ഒബ്ജക്റ്റിന് മൂവ് ചെയ്യണമെങ്കിൽ ആ ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യണം. ഓക്കെ, ഫ്രിക്ഷൻ എന്ന ടേം ഇതുവരെ കേൾക്കാത്തവരൊന്നും ഇല്ലല്ലോ? ഫ്രിക്ഷൻ എന്ന ടേം ഇതുവരെ കേൾക്കാത്തവരൊന്നും ഇല്ലല്ലോ? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു കോണ്ടാക്ട് ഫോഴ്സ്. എന്താ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റിന് ടച്ച് ചെയ്താൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കോണ്ടാക്ട് ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇസ് എ കോണ്ടാക്ട് ഫോഴ്സ്. ദെൻ ഡെഫിനിഷൻ വേണേ, ഡെഫിനിഷൻ നോട്ട് ചെയ്യണേ.
Force of friction is a contact force and always act along the surface in a direction opposite direction of body. വേറെ രൂപത്തിലും പറയാറുണ്ട് friction is a force which arises when an object starts to move and it is in opposite direction of the applied force എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നോട്ട് ചെയ്താൽ മതി, ടെക്സ്റ്റിലൂടെ നോട്ട് ചെയ്താൽ മതി. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അത് എപ്പോഴും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആവും ഉണ്ടാവുക. എപ്പോഴാണ് ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നത് ഓർത്തിരിക്കട്ടോ. ഓക്കെ, ആ ഒരു ഡെഫിനിഷൻ മാത്രം മതി അവിടെ. ഇനി ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, രണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ. മൂന്ന് ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഇവിടെ രണ്ടെണ്ണം പറയുന്നു, കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയും. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, രണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇവിടെ കൈനറ്റിക് ഫ്രിക്ഷനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതാണ്. ഒന്ന് സ്ലൈഡിങ് ഫ്രിക്ഷൻ, രണ്ട് റോളിംഗ് ഫ്രിക്ഷൻ. അങ്ങനെയാണ് മൂന്ന് ഫ്രിക്ഷൻ കേട്ടോ. ഒന്ന് സ്റ്റാറ്റിക്, രണ്ട് സ്ലൈഡിങ്, മൂന്ന് റോളിംഗ്. അപ്പൊ ഇതിനെ നമുക്ക് മൂന്നായിട്ട് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ എഴുതാം. സ്റ്റാറ്റിക്, രണ്ട് സ്ലൈഡിങ്, മൂന്ന് റോളിംഗ്. ഇതിൽ ഈ രണ്ടെണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. സ്ലൈഡിങ്ങും റോളിങ്ങിനെയും ടുഗെദർ ആയിട്ട് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ is a friction when an object is at stationary. ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആണ്, അപ്പോ അതിനുണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? when an object sliding, the frictional force experienced by an object when it is sliding. ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അപ്പൊ റോളിംഗ് ഫ്രിക്ഷനോ is a frictional force when an object rolling over the other body. ഒന്നിന്റെ മുകളിലൂടെ മറ്റൊന്ന് റോൾ ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുന്നതാണ് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പൊ ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ തന്നെ മൂന്ന് മനസ്സിലാവണം എന്നർത്ഥം. സിമ്പിൾ അല്ലേ? സംഭവം സിമ്പിൾ അല്ലേ? സ്റ്റാറ്റിക്, സ്ലൈഡിങ്, റോളിംഗ്, 3 പോയിന്റ് എഴുതി കേട്ടോ. സ്റ്റാറ്റിക്, സ്ലൈഡിങ്, റോളിംഗ്. സ്റ്റാറ്റിക്, സ്ലൈഡിങ്, റോളിംഗ്. ക്ലിയർ ആണോ നോക്കുക. അതാണ് ഇനി അടുത്ത പേജിലും പറയാൻ പോകുന്നത്. സ്റ്റാറ്റിക്, സ്ലൈഡിങ്, റോളിംഗ് എന്നുള്ളത് കയറി വരും ഇനി. ഓക്കെ, 3 ടൈപ്പ് ഫ്രിക്ഷൻ മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഒരു ടേം വരുന്നത് ഫ്രിക്ഷൻ കോൺസ്റ്റന്റ് ഉണ്ട്, µi. ഈ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ ആവശ്യം. കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ, ഈ ഒരു ടേം μk എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. µs എന്ന് പറയുന്നത് ഈ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് µ. കണ്ടോ നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും. നമ്മൾ ഫ്രിക്ഷണൽ വാല്യൂസിനെ മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ സർഫേസുകൾക്കിടയിലുമുള്ള കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എത്രയാണ് എന്ന് നമുക്ക് തരും, ക്വസ്റ്റ്യൻ തരും. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഫ്രിക്ഷൻ എത്രയായിരിക്കുമെന്ന് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് µs ആണ്. µ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. µ ഒരു m പോലെ, എന്നാൽ u പോലെയും പറയാം. യുവിന്റെ സൈഡിൽ കാല് വലിച്ചു കൊടുത്താൽ ഇതിനെ µ എന്ന് പറയും. എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? µ.
ഇതിൽ എസ് എന്ന് പറഞ്ഞാൽ മ്യൂ എസ്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ നോട്ട് എഴുതുന്നവര് മ്യൂ എസ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് കൊടുക്കുക. അതെന്താണ്? മാക്സിമം ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നതിന്റെ ഒരു കോൺസ്റ്റന്റ് ആണ്, അത് തരും. അപ്പോ ഫ്രിക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ മ്യൂ എസ് ഇൻറ്റു ഫോഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ എത്രയാണോ അതിൽ ആ ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇൻറ്റു ഈ മ്യൂ എസ് ക്വസ്റ്റനിൽ തരുന്ന, അല്ലെങ്കിൽ മ്യൂ എസിന്റെ വാല്യൂ തരും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് തരും. ഒന്നില്ലെങ്കിൽ മാക്സിമം ഫ്രിക്ഷൻ തരും, അല്ലെങ്കിൽ മ്യൂ എസ് തരും, അല്ലെങ്കിൽ ഫോഴ്സ് തരും. ഏതെങ്കിലും ഒന്നേ തരാതിരിക്കുള്ളൂ. ഫ്രിക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ മ്യൂ എസ് ഇൻറ്റു എഫ് എൻ. ഈ ഒരു ഇക്വേഷനും ഈ ടേം കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് എന്നുള്ളതും നോട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു മൂന്ന് ടേമുകൾ, ഒന്ന് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, രണ്ട് ഇക്വേഷന്. അത് വെച്ചിട്ട് പ്രോബ്ലംസ് 1 മാർക്കിനൊക്കെ ചോദിക്കാം. രണ്ട് നോട്ട് ചെയ്തോ നോക്കട്ടോ. കോഎഫിഷ്യന്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാല് മ്യൂ എസ് ആണ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. എപ്പോഴും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. അപ്പൊ സർഫേസുകൾ മാറുന്നതിനനുസരിച്ച് ഫ്രിക്ഷൻ മാറും. സ്മൂത്ത് സർഫേസ് ആണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കുറവായിരിക്കും. അതുപോലെ നല്ല റഫ് സർഫേസ് ആണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് കൂടും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഫ്രിക്ഷനും കൂടും. അത്രേ അതിൽ മനസ്സിലാക്കേണ്ടുള്ളൂ. അപ്പൊ സ്മൂത്ത് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, റഫ് സർഫേസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ഇതൊക്കെ ലോജിക്കലി നമുക്ക് അറിയുന്ന പോയിന്റ്സ് ആണ് കേട്ടോ. ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബ്ലോക്ക്. ഒരു ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് mg താഴേക്ക്, രണ്ട് മുകളിലേക്ക് അതിന്റെ ന്യൂട്ടൺ റിയാക്ഷൻ ഫോഴ്സ്. ഫോർ എവറി റിയാക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ഫോഴ്സ് Fn എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഫോഴ്സ്. രണ്ട് നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്ന ഫോഴ്സ്, ബാക്കിലേക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതാണ് ഈ ഒരു ഒബ്ജക്റ്റിൽ 4 ഫോഴ്സുകൾ. ഈ 4 ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവാട്ടോ. ഇത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, ഇത് ഇതിന്റെ വെയിറ്റ്, ഇത് ന്യൂട്ടൺ ലോ പ്രകാരം എവറി റിയാക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ മുകളിലേക്കുള്ള റിയാക്ഷൻ ഫോഴ്സ്. ഇവിടെ Fs എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ്. 4 ഫോഴ്സുകൾ മനസ്സിലായോ നോക്കിയാ. ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാവേണ്ട സംഗതികളാണ് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. ഇനി കൈനറ്റിക് ഫ്രിക്ഷന്റെ ഇക്വേഷൻ. ഈ രണ്ട് ടേം ആണ് വേണ്ടത്. Fk ഈസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു Fn. മ്യൂ കെ തരും, കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. ഇൻറ്റു നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കിട്ടും. അപ്പൊ ഫ്രിക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ തരണം? ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് തരണം, രണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സും തരണം. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ ആവശ്യം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കുമോ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും, കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കുമോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കുമോ കൂടുതൽ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണോ കൈനറ്റിക് ഫ്രിക്ഷൻ ആണോ ഗ്രേറ്റർ? എനിവൺ? വണ്ടി ഉരുണ്ടു പോകുമ്പോഴാണോ, നിരക്കി പോകുമ്പോഴാണോ, സ്റ്റാർട്ടിങ്ങിൽ വലിച്ചു കൊണ്ടുപോകുമ്പോഴാണോ ഏറ്റവും ബുദ്ധിമുട്ട്? അതായത് നിങ്ങളൊരു വലിയ പുസ്തകം നിറച്ചു വെച്ചിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട് വിചാരിച്ചോളൂ. ആ ബോക്സ് അനങ്ങാതിരിക്കുമ്പോൾ അതിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ, ഒന്ന് തള്ളി നീക്കാൻ തുടങ്ങി കിട്ടണമെങ്കിൽ നല്ല ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് സ്റ്റാറ്റിക് ഫ്രിക്ഷനിലാണ് നിൽക്കുന്നത്. ഇനി ആരെങ്കിലുമൊക്കെ വലിച്ചു കൊണ്ട് പോയി തുടങ്ങിയിട്ടുണ്ട്, വല്ല വെച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ഈസി ആയി. രണ്ട് ടയർ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലോ ഒന്നുകൂടി ഈസി ആയില്ലേ. അപ്പൊ റോളിംഗ് ഫ്രിക്ഷൻ കുറവാണ്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ അതിനേക്കാൾ കുറവാണ്, അതിനേക്കാൾ കൂടുതലാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വളരെ കൂടുതലാണ്. അപ്പൊ ഇതില് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആവുമോ കൂടുതൽ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കുമോ കൂടുതൽ? ഒരു ഒബ്ജക്റ്റ് ഉരുണ്ടു പോകുമ്പോഴാണോ കൂടുതൽ ഫ്രിക്ഷൻ, അതോ നിരക്കിയിട്ട് അനങ്ങാതെ നിൽക്കുമ്പോഴുള്ള ഫ്രിക്ഷൻ ആണോ കൂടുതൽ എന്നാണ് ചോദ്യം. എനിവൺ? ഏതാണ് കൂടുതൽ? കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ വേഗം, സമയം ആയിട്ടുണ്ട്, വേഗം പറഞ്ഞോളൂ.
ഏത് ഫ്രിക്ഷനാ കൂടുതൽ? പെട്ടെന്ന് ഇതിൽ ഈ ഇക്വേഷനും ഈ സംഗതി മനസ്സിലാവലുമാണ് ആവശ്യം കേട്ടോ. ക്ലിയർ ആണോ? എനിവൺ? ക്ലിയർ ആണോ നോക്കൂ. ഒരു പ്രാവശ്യം കൂടി ജസ്റ്റ് ഒന്ന് പറയാണ്. ഈ മ്യൂ എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ക്വസ്റ്റ്യനിൽ തരും. മ്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കണം. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ മ്യൂ ആണ്. മ്യൂ കെ ആണെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. എസ് ആണെങ്കിൽ സ്റ്റേഷനറി ആണ്, ഒബ്ജക്റ്റ് അനങ്ങാതിരിക്കുമ്പോൾ. അപ്പോ ഒരു വണ്ടീനെ വലിച്ചു കൊണ്ടുപോകാനാണോ അതോ ഉരുട്ടി കൊണ്ടുപോകാനാണോ എളുപ്പം? അത് പറഞ്ഞൂടെ? ഒരു തടിക്കഷ്ണത്തിനെ നിരക്കി കൊണ്ടുപോകാനാണോ ഉരുട്ടി കൊണ്ടുപോകാനാണോ എളുപ്പം? ഉരുട്ടി കൊണ്ടുപോകാനല്ലേ. അപ്പൊ അവിടെ ഫ്രിക്ഷൻ കുറവല്ലേ, റോളിംഗ് അല്ലേ. ഇപ്പൊ റോളിങ്ങില് അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷന് കുറവായിരിക്കും, സ്റ്റാറ്റിക് ഫ്രിക്ഷന് കൂടുതലായിരിക്കും. അതേ ഇവിടെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു റിലേഷൻ ആണ്. മ്യൂ എസ് ഇസ് ഗ്രേറ്റർ ദാൻ മ്യൂ കെ. വൺ വേർഡിലൊക്കെ ചിലപ്പോൾ ഈ 1 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണത്. അതുകൊണ്ടത് മനസ്സിലാക്കണം. സംഭവം മ്യൂ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഇറിറ്റേഷൻ ഒക്കെ വരും, പക്ഷെ വലിയ സംഭവമൊന്നുമല്ല. മ്യൂ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് ആണ്. അത് മ്യൂ 0.1 എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാല്യൂ തരും. പ്രോബ്ലം എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പൊ അത് തരും. എന്നിട്ട് അതിനെ ഫോഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫ്രിക്ഷൻ കിട്ടും. എത്രയാണ് ഘർഷണ ബലം? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഘർഷണ ബലമാണ് കേട്ടോ. അറിയാലോ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ല. സംഗതി മനസ്സിലായോ നോക്കട്ടോ. അപ്പൊ ഏത് ഫ്രിക്ഷൻ ആണ് ചെറിയ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കുന്ന പോലെ തന്നെ റോളിംഗ് ഫ്രിക്ഷൻ ആണോ കൈനറ്റിക് ഫ്രിക്ഷൻ ആണോ വലുത്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഗ്രേറ്റർ എന്നുള്ളത് പറയുന്ന അതേ ലോജിക്ക് മതി നമുക്ക് ഈ കോഎഫിഷ്യന്റും പറയാൻ. കോഎഫിഷ്യന്റ് എന്നുള്ള ടേം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആണ്. റോളിംഗ് ഫ്രിക്ഷൻ കുറവാണ്, അപ്പോൾ കൈനറ്റിക് ഈ ഒരു മ്യൂക്കെ കുറവാണ്. ഈ വാ പൊളിച്ചിരിക്കുന്ന ഭാഗം ഇവിടെ മ്യൂ കെ ആണ്, അപ്പൊ അത് കുറവാണ്. വാ തുറന്നിരിക്കുന്ന ഭാഗമല്ലേ കൂടുതൽ, മ്യൂ എസ്. അതറിയാലോ, ഗ്രേറ്റർ ദാന്റെ തൊള്ള പൊളിച്ചിരിക്കുന്ന ഭാഗം കൂടുതലും തൊള്ള പൊട്ടിക്കുന്ന ഈ ഭാഗം ഷാർപ്പൻഡ് കുറവായിരിക്കും. അതാണ് അവിടെ എഴുതിയത് കേട്ടോ. അപ്പൊ ആ ഒരു ലോജിക്ക് കൃത്യമായോ എന്ന് നോക്കുക. ലോജിക്ക് വേണം. ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഈ ഒരു റിലേഷൻ എങ്കിലും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തതിലേക്ക് പോയിട്ട് വൈൻഡപ്പ് ചെയ്യാൻ നിൽക്കണം കേട്ടോ. ഓക്കെ. ഫ്രിക്ഷനെ കുറക്കുന്ന മെത്തേഡ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറയാം. ഇതാണ് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഈ കൈനറ്റിക് ഫ്രിക്ഷൻ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതില് ഫ്രിക്ഷൻ ആണ് ചോദിച്ചത്. മാസ് എം തന്നു, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നു 0.25 ആണ് മ്യൂ എസ്. അപ്പൊ അതിനെ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ജിയുടെ വാല്യൂ 9.8 ആണ്. ചെയ്ത് നോക്കാം ക്ലാസ് കഴിഞ്ഞിട്ട്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈം എടുക്കുന്നില്ല, കാരണം സിമ്പിൾ ആണ്. മ്യൂ എസിന്റെ വാല്യൂ 0.25 ആണ്, ജിയുടെ വാല്യൂ 9.8 ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ജിയുടെ വാല്യൂ 9.8 ആണ്. അതിനെ തമ്മിൽ ഗുണിച്ചപ്പോൾ കിട്ടിയ ആൻസർ ആണ് ഈ ഒരു 4.9. മനസ്സിലായല്ലോ? ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ചെയ്തത്. ഇനി എന്തൊക്കെ മെത്തേഡ്സ് ആണ്? റോളിംഗ് ഫ്രിക്ഷൻ എന്താന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞതാണ്. റോളിംഗ് ഫ്രിക്ഷൻ പറഞ്ഞാൽ മുകളിൽ മറ്റൊന്ന് എത്തി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ. മെത്തേഡ്സ് ഓഫ് റിഡക്ഷൻ ഓഫ് ഫോഴ്സ് എന്താണ്? ഈ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 മെത്തേഡ്സ് എഴുതുകയാണ്. ഒന്ന് യൂസ് ഓഫ് ബാൾ ബിയറിംഗ്, ഇതാണ് ബാൾ ബിയറിംഗ്. കാണാത്തവരുണ്ടോ? ബെയറിംഗ് എന്ന് പറയാറുള്ളൂ, ബോൾ ബിയറിംഗ് ആണ് അതിന്റെ കറക്റ്റ്. ഫാനിൽ 2 ഉണ്ട്. കര സൗണ്ട് വരുന്നതിന്റെ മുൻപ് സ്മൂത്ത് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുമല്ലോ, അത് ഈ ഒരു ബോൾ ബിയറിംഗ് ഉള്ളതുകൊണ്ടാണ്. സൈക്കിളിൽ ഉണ്ടല്ലോ 2 ബോൾ ബിയറിംഗ്, ബൈക്കിൽ എല്ലാ ടയറിലും ഉണ്ടാവും. ബെയറിംഗ് പോയിക്കണ്, കാറിന്റെ ബെയറിംഗ് പോയിക്കണ്, മാറ്റാന്
ഇത്ര വെച്ചാൽ കൊടുക്കേണ്ടി വരും. അതേപോലെ ബൈക്കും. അപ്പോൾ ബെയറിംഗ് പോവാന്ന് പറഞ്ഞാൽ ഈ ഒരു ബോൾസ്, ഈ ഒരു രണ്ട് ചക്രത്തിന്റെ ഉള്ളിലുള്ള ബോൾസുകൾ കറങ്ങിയിട്ടാണ് എല്ലാ ഒബ്ജക്റ്റുകളും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നത്. അപ്പൊ അത് പൊട്ടി പോകുമ്പോൾ അത് മാറ്റേണ്ടി വരും. അതാണ് ബോൾ ബിയറിങ്സ്. ഒരു നല്ലൊരു ഇൻവെൻഷൻ ആയിരുന്നു കഴിഞ്ഞ സെഞ്ചുറിയിൽ. ആ ഒരു കാലഘട്ടത്തിൽ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ നല്ലൊരു മെത്തേഡ് ആയിട്ട് ബോൾ ബിയറിങ്സിനെ റോളിംഗ് ഫ്രിക്ഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റി. ഇത് കാണാത്തവരുണ്ടോ? ബോൾ ബിയറിങ്സ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. അല്ലെങ്കിൽ ബോൾ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരുണ്ട് തോന്നില്ല. കാണാത്തവരുണ്ടോ? എനിവൺ? ഇല്ല ഇല്ല. സൈക്കിൾ എടുത്ത് നോക്കിയാൽ മതി. അതിന്റെ ഉള്ളിൽ കറങ്ങുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇനി കംപ്ലൈന്റ് ആയ ബോൾ ബിയറിങ്സ് ഒക്കെ ഉണ്ടാവും. വർക്ക്ഷോപ്പിൽ ചെന്ന് ചോദിച്ചാൽ മതി, കണ്ടാവും. അപ്പൊ അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ലൂബ്രിക്കൻസ് ആഡ് ചെയ്യാം. ഗ്രീസ് ആവാം, ഓയിൽ ആവാം. ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ലൂബ്രിക്കൻസ് ആഡ് ചെയ്യാം. ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ലൂബ്രിക്കൻസ് ആഡ് ചെയ്യാം. അപ്പൊ ഗ്രീസ് ആവാം, ഓയിൽ ആവാം. ഇതൊക്കെ എന്താണ്? ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്ത ഒന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്, ഫ്ലോ ഓഫ് കംപ്രസ്ഡ് ആൻഡ് പ്യൂരിഫൈഡ് എയർ. കംപ്രസ്ഡ്, നല്ല പ്രഷറോട് കൂടി എയർ കൊടുത്തു കഴിഞ്ഞാൽ, പ്യൂരിഫൈഡ് എയർ കൊടുത്തു കഴിഞ്ഞാലും ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് എല്ലായിടത്തൊന്നും പറ്റില്ല. ക്ലോസ്ഡ് ആയിട്ടുള്ള മെഷീൻ പാർട്സുകളിലോ മൂവിങ് പാർട്സിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. അതാണ് ഫ്രിക്ഷൻ കുറക്കാനുള്ള മെത്തേഡ്. അപ്പൊ അത് നോട്ട് ചെയ്യണം. വൺ വേർഡ് ആയിട്ട് 2 മാർക്കിനൊക്കെ ചോദിക്കാം. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്തു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിന്റെ മുൻപ് ലാസ്റ്റ് ടോപ്പിക് എന്താണ്? ഫ്രീ ബോഡി ഡയഗ്രാം ടെക്നിക്. ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളെയും ഒരുമിച്ച് എഴുതുന്നതിനാണ് ഫ്രീ ബോഡി ടെക്നിക് എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ്, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഒന്ന് അങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ട്, ഒന്ന് മുകളിൽ താഴേക്ക്, എല്ലാ ഫോഴ്സുകളെയും അപ്ലൈ ചെയ്തിട്ട് അതിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്താൽ F=ma കൊടുക്കാൻ പറ്റും. F=ma കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 പോയിന്റ്സ് നോക്കുക. ക്വസ്റ്റ്യൻസിനാണ് ഇത്, തിയറിക്കല്ല പ്രാധാന്യം, പ്രോബ്ലത്തിനാണ്. എന്നാലും ജസ്റ്റ് നോക്കുക. ഒരു ഡയഗ്രാം വരയ്ക്കുക, സിമ്പിൾ ഡയഗ്രാം വരയ്ക്കുക. ഐസൊലേറ്റ് ഒബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഫ്രീ ബോഡി. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ ഫ്രീ ബോഡി ആയി. ഇനി അതിൽ എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് ഓരോന്നായിട്ട് എഴുതി നോക്കി അതിന് F=ma അപ്ലൈ ചെയ്യുന്നത് രീതിക്കാണ് ഫ്രീ ബോഡി ടെക്നിക് എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രീ ബോഡി ടെക്നിക്. അതായത് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളെയും കൺസിഡർ ചെയ്യുക, എന്നിട്ട് അതിനെ ആഡ് ചെയ്യുക. അതാണ് ഫ്രീ ബോഡി ടെക്നിക്. അപ്പൊ ആ ഒരു സംഭവം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. ഇതോടുകൂടി ചാപ്റ്റർ ഫിനിഷ് ആവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒരു ടേം വരുന്നത് എന്താണ് ഇനേർഷ്യൽ ഫ്രെയിം, 2 നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്താണെന്ന്. ഇനേർഷ്യൽ ഫ്രെയിമും നോൺ ഇനേർഷ്യൽ ഫ്രെയിമും എന്താണെന്നുള്ളൊരു ഐഡിയ. ഒരു ഒബ്ജക്റ്റ് അനങ്ങാതിരിക്കുമ്പോൾ അത് ഇനേർഷ്യൽ ഫ്രെയിമും, നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുമ്പോൾ ആ ഫ്രെയിമിന് ഒരു ആക്സിലറേഷൻ ഉണ്ട്. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഈ പാരഗ്രാഫ് എ ഫ്രെയിം ഓഫ്, നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ 2 പേര് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാണ്. പെട്ടെന്ന് ഒരു ട്രെയിന് നേരെ വന്ന്, വലിയ ട്രെയിനാണ്. നമ്മളൊരു ഏകദേശം ട്രെയിനിന്റെ സെന്ററൊക്കെ എത്തുമ്പോൾ ഇപ്പൊ നമ്മളാണോ പോകുന്നത്, ട്രെയിനാണോ പോകുന്നത് സംശയം വരും ചിലപ്പോ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പൊ അവിടെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് വേണ്ടി വരിക. അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രെയിനിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്, അപ്പുറത്തും ഇപ്പുറത്തും വേറെ 2 ട്രാക്ക് ഉണ്ട്. 2 ട്രാക്ക് കൂടി നമ്മൾ അവിടെ റെസ്റ്റിൽ ട്രെയിൻ പിടിച്ചിട്ടതാണ്. അപ്പുറത്തു കൂടി ഒരു ട്രെയിനും ഇപ്പുറത്തു കൂടി ഒരു ട്രെയിനും പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോവാണോ നിൽക്കുകയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ ഒരു സിറ്റുവേഷനിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ് എന്നുള്ളതിന് പ്രാധാന്യം മനസ്സിലാക്കും. ഒന്നിനെ സംബന്ധിച്ചിടത്തോളം മറ്റേത് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഇപ്പൊ സണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാല്, ഞാനിപ്പോ സണ്ണിനെ സംബന്ധിച്ചിടത്തോളം മൂവ് ചെയ്യുന്നുണ്ട് ഇല്ലേ. സൂര്യന് ശരിക്കും അവിടെ നിൽക്കുകയാണ്, നമ്മളാ മൂവ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് തോന്നുന്നത് നമ്മൾ നിന്നിട്ട് സൂര്യൻ പോവാണെന്ന്. എങ്ങനെയായാലും കുഴപ്പമില്ല. വിത്ത് റെസ്പെക്ട് ടു, ഐ എം മൂവിങ് വിത്ത് റെസ്പെക്ട് ടു സൺ എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഞാനിവിടെ ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് പറയാം ഐ ആം സ്റ്റേഷനറി വിത്ത് എർത്ത് എന്ന്. അപ്പോ വേറൊരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം
ഞാൻ മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതിനാണ് കമ്പയർ ചെയ്യാന്ന് പറയലേ, അതിനാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കുക എന്ന് പറയുന്നത്. ഒന്നിനെ സംബന്ധിച്ചിടത്തോളം, ഒന്നിനെ റെസ്പെക്ട് ചെയ്തിട്ട്, അതിനാണ് വിത്ത് റെസ്പെക്ട് ടു എന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇവിടെ ഒരു വേർഡ് വന്നു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റേ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് പറയുന്ന രീതിക്കാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ലാസ് കേട്ടിരിക്കുകയാണ്, ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് നിങ്ങൾ എല്ലാവരും സ്റ്റേഷനറി ആണ് ഇപ്പോ എന്ന് പറഞ്ഞാല് അത് ചിലപ്പോൾ അത് തെറ്റാവും. എങ്ങനെയാന്ന് ചോദിച്ചാല്, സണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവിടെ ഇരിക്കല്ല, നിങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംഗതി മനസ്സിലായോ നോക്കുക. വിത്ത് റെസ്പെക്ട് ടു സൺ യു ആൾ മൂവിങ്. ഞാനിവിടെ ഇരിക്കുകയാണ്, പക്ഷെ ഞാനും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരെ സംബന്ധിച്ചിടത്തോളം? സണ്ണിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടല്ലേ തോന്നുക. അപ്പോ നമ്മൾ സ്റ്റേഷനറി ആണോ അല്ലേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആവാം. അപ്പൊ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കാറുണ്ട്. അതായത് ഈ ബുക്കിനെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ സ്റ്റേഷനറി ആണ്, പക്ഷെ സണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന രീതിക്കാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. മറ്റൊന്നിനെ കമ്പയർ ചെയ്ത് പറയുന്ന രീതിയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോ എ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇസ് ഫിക്സ്ഡ് വിത്ത് ദ ഒബ്സർവർ ടു ഡിസ്ക്രൈബ് ദ മോഷൻ. ഒരു ഒബ്ജക്റ്റ് ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഫ്രെയിം ഫിക്സ് ചെയ്യാണ്. ഇഫ് ദ ഫ്രെയിം ഇസ് സ്റ്റേഷനറി ഓർ മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇനി ഈ ഫ്രെയിം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഫ്രെയിം ഈസ് സ്റ്റേഷനറി or moving with a constant velocity with respect to the object under study another frame, then this frame is called such frames are called inertial frame. Inertial frame എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ആയി നിൽക്കുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിനെയാണ്. അല്ല, ആ ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ ഇനർഷ്യൽ ഫ്രെയിം ആണ്. അപ്പൊ ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ അനങ്ങാതിരിക്കുന്ന ഫ്രെയിം. നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു ആക്സലറേഷനിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രെയിം. അത്ര മാത്രം മനസ്സിലാക്കി. ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാല് റെസ്റ്റില്. നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാല് ആക്സിലറേറ്റഡ്. ഒരു ആക്സിലറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിന് നോൺ ഇനർഷ്യൽ ഫ്രെയിം ആണ്. ചലിക്കാതിരിക്കുന്ന ഒരു ട്രെയിന് ഇനർഷ്യൽ ഫ്രെയിം ആണ്. അത് മാത്രം മനസ്സിലാക്കി. മനസ്സിലായോ നോക്കുക. ലാസ്റ്റ് ടോപ്പിക്. ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്, അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണെന്നുണ്ട്. ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ അത് റെസ്റ്റിലാണ്, മനസ്സിലാക്കുക. നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ അത് ഒരു ആക്സിലറേഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റത്തെ പോയിന്റ് മനസ്സിലായോ നോക്കിയേ. നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റഡ് ഫ്രെയിം. ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്തോ ആവട്ടെ, ഒബ്ജക്റ്റ് എന്തോ ആവാം, ട്രെയിൻ ആവാം, ബസ് ആവാം, കാർ ആവാം. നമ്മളൊരു വീടിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഞാൻ മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ്, അതാണ് ഇവിടെ ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റഡ് ഫ്രെയിം. ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ റെസ്റ്റിൽ അല്ലെങ്കിൽ ആക്സിലറേഷനിൽ അല്ലാത്ത ഒരു ഫ്രെയിം. അവസാനത്തെ പോയിന്റ് കിട്ടിയോ നോക്കിയാ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനർഷ്യൽ ഫ്രെയിം എന്താണ്, നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്താണ് എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാൽ ക്ലാസ് വൈൻഡപ്പ്. ഇനർഷ്യൽ ഫ്രെയിം എന്താണ്, നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്താണ്. ഇതിൽ നമ്മൾ പറഞ്ഞ ഭാഗത്തു നിന്നൊക്കെ ഏതെങ്കിലുമൊക്കെ വൺ വേർഡ് ചോദിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ലോയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, റീകോയിൽ ഓഫ് ഗണ്ണിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനും ഒരു തിയറി ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് കാണാറ്. അതുപോലെ വൺ വേർഡും ചോദിക്കും. എന്താണ് ഇനർഷ്യൽ ഫ്രെയിം, നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും. പറയണോ? ഒന്നും കൂടി പറയോ? ഓക്കെ. ഇപ്പോ നമ്മുടെ ഷിഫാന ഷെറിന് വീട്ടിലിരിക്കുകയാണ്. അപ്പോ വേറെ ഒരു കാറ് സൈഡിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഷിഫാന ഷെറി ഇരിക്കുന്നുണ്ട്, അപ്പുറത്തുകൂടി ഒരു കാറ് പോകുന്നുണ്ട്. അപ്പൊ അവിടുന്ന് പറയാണ് ഷിഫാന ഷെറിനെ സംബന്ധിച്ചിടത്തോളം ആ കാറ് മൂവിങ് ആണ് എന്ന് പറഞ്ഞാല് അത് ശരിയാണ്. അപ്പൊ ഷിഫാന ഷെറിൻ എന്ന ആള് അവിടെ ഒരു ഫിക്സ്ഡ് ഫ്രെയിം ആയിട്ടാണ് നിന്നത്. അപ്പൊ
ഇനേർഷ്യൽ ഫ്രെയിം ആണെന്ന് പറയാം. ആ ഇരിക്കുന്ന സീറ്റും ആ വ്യക്തിയും ഒരു ഇനേർഷ്യൽ ഫ്രെയിം ആണ് എന്ന് പറയാം. അത്രേ ഉള്ളൂ. അതായത് അനങ്ങാതിരിക്കുന്ന ഒരു വസ്തുവിന് ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയാം. നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ആ കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന രണ്ട് പേര് പറയാണ്. ആ കാറിന് ഉള്ളിൽ ഇരിക്കുന്ന രണ്ട് പേര്, അപ്പൊ ഇത് ഒരാളും ഇതൊരാളാണ് വിചാരിച്ചു. നമ്മൾ രണ്ടുപേരും ഇപ്പൊ മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കാറിന്റെ ഉള്ളിൽ നിന്നാ പറയുന്നത്. അപ്പോ ഈ ഉള്ളിൽ ഇരിക്കുന്ന ആൾ ഓൾറെഡി ആക്സിലറേറ്റഡ് അല്ലേ, കാറിനുള്ളിൽ നിന്ന് മൂവ് ചെയ്യുന്നില്ലേ? കാറിന്റെ ഉള്ളിൽ നിന്ന് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോ ആ മൂവ് ചെയ്യുന്ന ഒരു ഫ്രെയിം നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആണ്. കാറ് നല്ല സ്പീഡിൽ പോവല്ലേ, അപ്പൊ കാറിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള മരങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആണ്. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫ്രെയിമുകളുടെ ആവശ്യമൊക്കെ വരുന്നത്. ഇനേർഷ്യൽ ഫ്രെയിം ആണോ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആണോ? ഇനേർഷ്യൽ ഫ്രെയിം ആണെങ്കിൽ അത് അനങ്ങുന്നില്ല, അല്ലെങ്കിൽ ആക്സിലറേറ്റഡിലല്ല. നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് സാർ ഒരു ഡൗട്ട്, നോൺ ഇനേർഷ്യൽ ഫ്രെയിം നമ്മളെ ഇത് തോന്നിപ്പിക്കുന്ന ഇതിനാണോ പറയുന്നത്? വിത്ത് റെസ്പെക്ട് ടു മൂവ് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ ഒന്നിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആണോ ഇനേർഷ്യൽ ഫ്രെയിം ആണോ എന്ന് പറയണമെങ്കിൽ പോലും നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരും, മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഒബ്ജക്റ്റുമായിട്ട് ആക്സിലറേറ്റഡ് ആണെങ്കിൽ അത് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആണ്. മനസ്സിലായോ? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റുമായിട്ട് നോൺ ഇനേർഷ്യൽ ആണ്, ആക്സിലറേറ്റഡ് ആണെങ്കിൽ അത് നോൺ ഇനേർഷ്യൽ ആണെന്ന് പറയാം. ആക്സിലറേറ്റഡ് അല്ലെങ്കിൽ അതിന് ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയാം. അത്രേ ഉള്ളൂ, 2 പോയിന്റ്സ് മാത്രം മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് ടൈം ഒരുപാട് വൈകി. ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്തു. ഇനി അതിന്റെ റെക്കോർഡ് ക്ലാസ് ടൈം കിട്ടിയിട്ടില്ല, ലൈവിൽ തുടങ്ങും. നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്തവരുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ട് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് ഓരോന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. താങ്കളൊക്കെ നന്നായി. ടുമോറോ ക്ലാസ് ഇല്ലല്ലോ സാറേ? കേട്ടില്ല. നാളെ ക്ലാസ് ഇല്ലല്ലോ? നാളെ ഉണ്ട് കേട്ടോ. നാളെ എനിക്കൊരു കേട്ടില്ല. നോട്ട്സ് അതിന്റെ നോട്ട് വേണോ? പോയിന്റ്സ് ഞാൻ ഇട്ടു കേട്ടോ. ഇനേർഷ്യൽ ഫ്രെയിം, ഇനേർഷ്യൽ എന്താന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടി വേണമെങ്കിൽ ഗ്രൂപ്പിലിടാം കേട്ടോ. ഓക്കെ.